പാല് കൊടുത്ത് വളർത്തുന്നതാണല്ലോ സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പോൾ തിമിംഗലത്തിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണ് അത് പാല് കുടിക്കുന്നതൊക്കെ? ഏറ്റവും അധികം പേര് തിമിംഗലങ്ങളെ കണ്ടതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ പലരും അതിനെ കടലച്ഛൻ എന്നാണ് പറയുന്നത്. മനുഷ്യനും ഒരു വന്യജീവിയുമായിട്ടുള്ള സംഘടനത്തിൽ ഒരു ജീവി കേരളത്തിൽ മൊത്തമായി ഇല്ലാതായെങ്കിൽ അത് ഒരു ജലം മുതലെയാണ്. ആണായിട്ട് തുടങ്ങുകയും പിന്നീട് പെണ്ണായി മാറുകയും ചെയ്യുന്ന മത്സ്യങ്ങളുണ്ട്. തലയോട്ടിയുടെ ഭാഗം മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്. കരയിലെ രാജാവ് സിംഹമാണെന്ന ഒരു സങ്കല്പം പോലെ കടലിലെ രാജാവിൻ്റെ പദവി ആർക്കായിരിക്കും കൊടുക്കുക? കടൽ വിഭവങ്ങളിൽ ഏറ്റവും അധികം പോഷകസമ്പുഷ്ടമാണെന്ന് കണ്ടെത്തിയ വിഭവം ശരിക്കും ഏതാ? അവിടെ ഇതുവരെ ലോകത്ത് മനുഷ്യൻ പിടിച്ചിട്ടില്ലാത്ത അത്രയും അളവിൽ മത്സ്യസമ്പത്ത് ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കിയത്. ഒരുപക്ഷെ ഭാവിയിൽ ഉള്ള ഏറ്റവും വലിയ സ്രോതസ്സ് അവിടെയായിരിക്കും. ഒന്ന് മെർമൈഡ്സ്, പിന്നെ ഒന്ന് ഗോഡ്സില്ല. ഈ രണ്ട് ജീവികളുമായിട്ട് വിദൂര സാമ്യമുള്ള എന്തെങ്കിലും ജീവികൾ കടലിൻ്റെ അടിയിലുണ്ടോ? ചില ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ലോകത്തെ ഏറ്റവും വലിയ ജീവി തിമിംഗലമാണെന്നുള്ള ധാരണ നമുക്ക് മാറ്റുന്നതാണ്. ചെമ്മീനൊക്കെ നമ്മൾ കഴിക്കുമ്പം പൊതുവെ അതിൻ്റെ മുതുകിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ഞരമ്പ് നമ്മളെടുത്ത് കളയണം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ ശരിക്കും എന്തെങ്കിലും യുക്തി ഉണ്ടോ? മത്തിക്ക് മലയാളത്തിൽ അന്നുണ്ടായിരുന്ന പേര് കുടുംബം പുലർത്തിയെന്നായിരുന്നു. ബഹിരാകാശത്തെയും ഗ്രഹങ്ങളെയും പഠിച്ച പോലെ കടലിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവെ പറയാറ്. ശുക്രൻ്റെ ഒരു 80% പര്യവേക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ സമുദ്രാടിത്തട്ടിൻ്റെ 90% നമുക്കിന്നും അജ്ഞമാണ്. തീരപ്രദേശത്തോട് ജീവിക്കുന്ന മലയാളി പോലും കാടിനെയാണ്, കടലിനെയല്ല കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ കടലിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമ്മോടൊപ്പം ചേരുന്നത് മറൈൻ ബയോളജിസ്റ്റും കേരള സർവകലാശാല സയൻസ് ഫാക്കൽറ്റി ഡീനുമായ ഡോക്ടർ എ ബിജുകുമാറാണ്. സ്വാഗതം. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും അതുപോലെ നമുക്ക് ലഭിക്കുന്ന മഴയും ഒക്കെ എപ്പോഴും ചേർത്ത് നിർത്തി സംസാരിക്കുന്നത് പൊതുവെ കാടിനെയാണ്. പക്ഷേ നമ്മുടെ ഒരു ഭൗമാന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ ഏതാണ്ട് 70% സമുദ്രങ്ങളിലെ സസ്യങ്ങളിൽ നിന്നും പ്ലവകങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വിശാലാടിസ്ഥാനത്തിൽ സമുദ്രത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങാമെന്ന് കരുതുന്നു. ഭൂമിയുടെ ജീവൻ്റെ ഉൽപ്പത്തിയുടെ എല്ലാം അടിസ്ഥാന കാരണം സമുദ്രങ്ങളാണ്. അത് ആദ്യം ജീവൻ കടലിലുണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഈ കടലിൽ നിന്നാണ് കരയിലേക്ക് ജീവൻ വരുന്നത്. പിന്നീട് കുറേ ജീവികൾ കരയിൽ നിന്ന് കടലിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ ജീവികളും കടലിൻ്റെ ഉപ്പുരസം അവരുടെ ശരീരത്തിൽ പേറുന്നു എന്നുള്ളതും കൂടിയുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ എല്ലാ കോശങ്ങളുടെയും ഈ പ്ലാസ്മയിൽ പ്രോട്ടോപ്ലാസത്തിലും നമ്മുടെ ഉപ്പ് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാം ഒരു കടലുമായിട്ടാണ് ജീവിക്കുന്നത് ശരീരത്തിൽ. ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് നമ്മളിതിനെ വിളിച്ചാലും നമ്മുടെ ഗ്രഹത്തെ വിളിച്ചാലും ഇത് ശരിക്കും സമുദ്രമാണ്. 70% സമുദ്രങ്ങളാണ്. രണ്ടാമത് ഭൂമിയുടെ ചൂട് ഇന്ന് ഇതുപോലെ നിൽക്കുന്നത് സമുദ്രങ്ങളുള്ളത് കൊണ്ടാണ്. ഈ താപോർജ്ജം പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്ത് ഭൂമിയെ തണുപ്പിച്ച് നിർത്തുന്നത് സമുദ്രങ്ങളാണ്. ഭൂമിയിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നല്ലൊരു ശതമാനവും ആഗിരണം ചെയ്യുന്നത് കടലാണ്. ഇന്ന് നമ്മൾ പറയുന്ന ഫോസ്ഫറസ്, സൾഫർ തുടങ്ങിയ മൂലക ചക്രങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കടലാണ്. ഭൂമിയുടെ ഒരു ശ്വാസകോശം എന്ന ആമസോണിനെ അല്ല വിളിക്കേണ്ടത്, പകരം കടലിലെ പായലിനെയും പ്ലവകങ്ങളെയും ഒക്കെ വിളിക്കേണ്ടി വരുന്നാലേ തോന്നുന്നു. തീർച്ചയായിട്ടും. പ്രധാനമായിട്ടും കടലിൻ്റെ ഉപരിതല വിസ്തീർണം നമ്മൾ നോക്കിയാൽ മതി. കടലിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ് സസ്യപ്ലവകങ്ങൾ. ഈ സസ്യപ്ലവകങ്ങളാണ് ഏറ്റവും അധികം ഓക്സിജൻ നമുക്ക് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം നമുക്ക് കരയിൽ കാണുന്ന അത്രയധികം സസ്യങ്ങളുടെ വൈവിധ്യം കടലിൽ കാണാൻ കഴിയില്ലെങ്കിൽ പോലും കടൽ പായലുകളുണ്ട്, കടൽ പുല്ലുകളുണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ട സസ്യങ്ങളാണ്. ഇവയും കടലിൻ്റെ നല്ലൊരു ശതമാനത്തിൽ കാണപ്പെടുന്നവയാണ്. ഇവയൊക്കെ കൂടെ കടലിലെ സസ്യങ്ങളും കടലിലെ സസ്യപ്ലവകങ്ങളുമാണ് ഏറ്റവും അധികം ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ ഉണ്ടാകുന്ന ഓക്സിജൻ്റെ പ്രാണവായുവിൻ്റെ ഏതാണ്ട് 70% കടലിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ കരുതുന്നത്. സാറ് മറൈൻ ബയോളജിസ്റ്റ് ആണല്ലോ, അപ്പം സമുദ്ര അടിത്തട്ടിലൊക്കെ പോയിട്ട് ഒരുപാട് പര്യവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും. ആ തരത്തിൽ നോക്കുമ്പം സമുദ്രത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ജീവികളെ കുറിച്ചൊന്ന് പറയൂ. എല്ലാ മനുഷ്യരും ഏറ്റവും ആകൃഷ്ടരാകുന്നത് വലിയ ജീവികളാണല്ലോ. നമ്മളെപ്പോഴും കാട്ടിൽ ഒരുപാട് ജീവികളുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ആനയും കടുവയിലൊക്കെ എത്തി നിൽക്കുന്നത് പോലെ തന്നെ കടലിലും ഒരുപാട് രസകരമായ ജീവിത രീതികളുള്ള ജീവജാലങ്ങളുണ്ട്. ഏറ്റവും അധികം ആകർഷണം തീർച്ചയായിട്ടും തോന്നുന്നത് സസ്തനികളാണ്. അതിൽ തിമിംഗലങ്ങളുണ്ടാവും, ഡോൾഫിനുകളുണ്ടാവും, കടൽ പശു ഉണ്ടാവും. പിന്നെ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള സമുദ്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സീല് പോലെയുള്ള ഒട്ടർ പോലെയുള്ള ഒട്ടർ പോലെയുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് 4 വിഭാഗത്തിൽപ്പെട്ട സസ്തനികളാണ് കടലിലുള്ളത്. അതിൽ ഒന്ന് തിമിംഗലങ്ങളാണ്, രണ്ടാമത്തേത് ഡോൾഫിനുകളാണ്,
പിന്നെ ഡോൾഫിനെ പോലെ തന്നെ ഇരിക്കുന്ന അതേസമയം മുതുക് ചിറകില്ലാത്ത ഒരു ജീവിയുണ്ട്, അത് പോർപോയ്സാണ്. പിന്നെ ഉള്ളത് കടൽ പശുവാണ്, സീ കൗ എന്ന് പറയുന്ന. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ കടലാമകളാണ്. കടലാമകൾ വരും, പിന്നെ കടൽ പാമ്പുകൾ വരും. പിന്നെ പൂർണ്ണമായിട്ടും കടലിലല്ലെങ്കിൽ പോലും കായലുകളിൽ കാണുന്ന മുതലകളുണ്ട്. അത് ഓരുജല മുതലയാണ്. നമുക്ക് ശുദ്ധജലത്തിൽ മുതല കാണുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പല നദികളിലും, ചിന്നാറ് പോലുള്ള നദികളിൽ നെയ്യാർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നെയ്യാറിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഇതെല്ലാം ശുദ്ധജല മുതലകളാണ്. അതേസമയം ലോകത്ത് തന്നെ ഏറ്റവും ഭാരമുള്ള മുതല എന്ന് പറയുന്നത് ഓരുജലത്തിൽ കാണുന്ന കായലുകളിൽ കാണുന്നതാണ്. കേരളത്തിൽ ഇതുണ്ടായിരുന്നു. കേരളത്തിൽ ഓരുജല മുതല ഉണ്ടായിരുന്നു. ഈ ഓരുജല മുതല അവസാനമായിട്ട് കണ്ടത് 1950-കളിലാണ്. അത് പ്രധാനമായിട്ടും മനുഷ്യരുമായിട്ടുള്ള ഒരു വന്യജീവി സംഘർഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ആനയും കടുവയും മാത്രമേ പറയുള്ളൂ. ഒരുപക്ഷെ മനുഷ്യനും ഒരു വന്യജീവിയുമായിട്ടുള്ള സംഘടനത്തിൽ ഒരു ജീവി കേരളത്തിൽ മൊത്തമായി ഇല്ലാതായെങ്കിൽ അത് ഓരുജല മുതലയാണ്. അത് ലോക്കലി എക്സ്റ്റിങ്ക്റ്റ് ആണ്. കേരളത്തിൽ ഇപ്പോൾ ഒറീസ പോലുള്ള വലിയ പിന്നെ സംസ്ഥാനങ്ങളിൽ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ഓരുജല മുതലകളുണ്ട്. നമ്മൾ അവസാനമായിട്ട് കൊച്ചിയിലാണ്, വേമ്പനാട് കായലിൽ നിന്നാണ് അവസാനത്തെ മുതലയെ വെടിവെച്ച് വന്നതെന്നുള്ളതാണ് 1950-കളിലാണ്. കാട്ടിൽ അങ്ങനെ വംശനാശം സംഭവിച്ച വലിയ ജീവികളൊന്നും ഇല്ലല്ലോ അല്ലേ? വലിയ ജീവികൾ അടുത്ത ഇല്ല, വലിയ ജീവികൾ നമ്മുടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഏറ്റവും അധികം ജീവികൾ അങ്ങനെ വരുന്നത് ശരിക്കും സമുദ്രങ്ങളിലാണ്. ഞാൻ കരുതിയത് നമുക്ക് തിമിംഗലങ്ങൾ ഇല്ലാന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ തിമിംഗലങ്ങൾ പൊതുവെ ക്രില്ലിനെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്ന. അപ്പോൾ ഇവിടെയുള്ള തിമിംഗലങ്ങൾ എന്തിനെയാണ് ഭക്ഷിക്കുന്നത്? പ്രധാനപ്പെട്ട 4 തിമിംഗലങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് 4ഉം കേരളത്തിലും വന്നുപോയതായിട്ട് റെക്കോർഡുകളുണ്ട്. ഇവയുടെ ദേശാടന മാർഗം ഇതൊക്കെ കണ്ടെത്താനായിട്ട് സാധാരണഗതിയിൽ നമുക്ക് ആനയിലും കടുവയിലും ഒക്കെ റേഡിയോ കോളർ ഇടുമല്ലോ. അപ്പോൾ റേഡിയോ കോളറിന് പകരമായിട്ട് ഇതുപോലുള്ള റേഡിയോ ചിപ്പുകളാണ് ഇവയുടെ ശരീരത്തിൽ ഉറപ്പിക്കുന്നത്. ഈ ജീവികൾക്കൊക്കെയുള്ള പ്രത്യേകത, ഇതെല്ലാം അന്തരീക്ഷവായു ശ്വസിക്കാനായിട്ട് ഇടയ്ക്ക് വരും. ആ സമയത്ത് റേഡിയോ സിഗ്നൽ കിട്ടും. അങ്ങനെ നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട്, ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ തന്നെ കാണുന്ന തിമിംഗലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് ഹംബ് ബാക്ക് വെയിൽ. കൂനൻ തിമിംഗലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹംബാക്ക് വെയിലാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത്. ഈ ഹംബാക്ക് വെയിലിൻ്റെ പ്രത്യേകത, അതിൻ്റെ കൈയുണ്ട്, ഫ്ലിപ്പറിലൊക്കെ വലിയ മുഴകളുണ്ടാവും. നീലത്തിമിംഗലം കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കൂടിയ തിമിംഗലമാണ്. ഹംബാക്ക് വെയിലിൻ്റെ ശബ്ദം ഏതാണ്ട് കടലിൽ 100 കിലോമീറ്റർ വെള്ളത്തിലൂടെ യാത്ര ചെയ്യും എന്നുള്ളതാണ്. അറബിക്കടലിലെ ഹംബാക്ക് വെയിൽ തിമിംഗലങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ഗവേഷണ ഗ്രൂപ്പുണ്ട്. അവർ ഒമാനിലാണുള്ളത്. അപ്പോൾ അവർ 24 തിമിംഗലങ്ങളെ റേഡിയോ ടാഗ് ചെയ്തു. പലപ്പോഴും തിമിംഗലം തിരിച്ച് അന്തരീക്ഷവായു എടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് പോകും. വെള്ളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ പോവുക ഈ ഡൈവ് ചെയ്യുന്ന സമയത്ത് വാല് മാത്രമാണ്. വാലിൻ്റെ ഒരു ഷേപ്പ് നോക്കിയിട്ടും, അല്ലെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് പോകുമ്പോൾ മുതുക് ചിറക്, അതുപോലെ തന്നെ ഇത് ഒരുപാട് വലിയ ജീവിയാണല്ലോ. അപ്പോൾ അത്രയധികം വായു പുറത്തേക്ക് വിടും. അപ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ നാസാരന്ധ്രങ്ങൾ, അതിൻ്റെ മൂക്കിൻ്റെ സുഷിരങ്ങളുടെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് ഈ നീരാവിയാണ് മുകളിലേക്ക് പോകുക. അപ്പോൾ ഈ നീരാവിക്ക് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും, തിരിച്ചറിയാം. കടുവേന്റെ സ്ട്രൈപ്സ് ആണ് നോക്കുന്നതെങ്കിൽ തിമിംഗലത്തിന്റെ ശ്വാസത്തിന്റെ നോക്കും, വാലിന്റെ ഘടന. അപ്പോൾ അങ്ങനെ ഒമാനിൽ നിന്ന് റേഡിയോ ടാഗ് ചെയ്ത 24 തിമിംഗലങ്ങൾ, ഒരു പെൺതിമിംഗലം മാത്രം അത് ഇന്ത്യയിലേക്ക് തിരിച്ചു. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ കൊച്ചിയിൽ നമുക്ക് കുറച്ച് ദൂരം ഈ തിമിംഗലത്തിൻ്റെ യാത്ര കണ്ടെത്താനായിട്ട് ആയി. പക്ഷേ ഈ പലപ്പോഴും കപ്പലിനേക്കാളും വേഗതയിലാണ് തിമിംഗലം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം സമയം കേരള തീരത്ത് നിന്ന് തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമുണ്ട്, മന്നാർ ഉൾക്കടൽ എന്നാണ് പറയുക. ആ മന്നാർ ഉൾക്കടലിൽ ഏതാണ്ട് 1 മാസത്തോളം താമസിക്കുകയും തിരിച്ച് അടുത്ത മാസം തിരിച്ച് ഒമാനിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്തിനു വന്നു എന്നുള്ളത്. അത് ആഹാരം കഴിക്കാനാണോ, അതോ ഇവിടെ അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഈ ചോദ്യം പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ തിമിംഗലങ്ങളെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, വളരെയധികം ചിലവുള്ള കാര്യമാണ്. കാരണം ഇത് വളരെ തീരത്തോട് ചേർന്നല്ല യാത്ര ചെയ്യുന്നത്. ചിലപ്പോൾ 20-50 കിലോമീറ്റർ തീരത്തു നിന്ന് മാറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തത് കേരള തീരത്തുള്ള വളരെ പ്രായം കൂടിയ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചു ഈ വിഷയം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും അധികം പേര് തിമിംഗലങ്ങളെ കണ്ടതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള ആ ഒരു പ്രദേശത്താണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ തിമിംഗലങ്ങളെ കണ്ടത്. കൊല്ലം ജില്ലയിലല്ല, തിരുവനന്തപുരം ജില്ലയിലും പലരും അതിനെ കടലച്ചൻ എന്നാണ് പറയും. ഇപ്പോൾ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രായം കൂടിയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കടൽ മുത്തെന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ കടൽ യാത്രകളുടെ ഒരു അനുഭവക്കുറിപ്പാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഈ കടലച്ചനെ കാണുമ്പോൾ അദ്ദേഹം എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കും എന്നാണ്.
കാരണം പലപ്പോഴും ഈ തിമിംഗലങ്ങൾ തീരത്തേക്ക് കുറച്ച് ആഴം കുറഞ്ഞ കടലിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മത്സ്യങ്ങളെയോ ചെമ്മീനെയോ പിന്തുടർന്നാണ്. അപ്പോൾ ഇത് കാണുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഒരുപാട് മത്സ്യം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞ കഥകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഏറ്റവും അധികം തിമിംഗലങ്ങൾ യാത്ര ചെയ്യുന്നൊരു വഴി കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയ്ക്കുള്ള തീരപ്രദേശമാണെന്നും മിക്കവാറും നമുക്കറിയാം. നമുക്ക് ശാസ്ത്ര പഠനങ്ങളൊക്കെ കാണുന്നത് ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള ശ്രീലങ്കയിലാണ്, വലിയ തിമിംഗലങ്ങളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഹംബാക്ക് വേലി എല്ലാ വർഷവും യാത്ര ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ യാത്ര പാത ഏതാണ് എന്നറിയാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ തിമിംഗലങ്ങൾക്കും വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യസ്തമാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പൂവാർ, തിരുവനന്തപുരത്തിനടുത്ത് പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹൈഡ്രോഫോൺ എന്ന് പറയുന്ന ഒരു ഉപകരണം സ്ഥാപിക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് ഹംബാക്ക് വെയിലിനെയാണ്, പക്ഷേ ശബ്ദം കിട്ടിയത് നീലത്തിമിംഗലമാണ്. നീലത്തിമിംഗലമാണ്. അപ്പോൾ നീലത്തിമിംഗലം സ്ഥിരമായിട്ട് ഇവിടെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താം. ഇതിന് ആഹാരം കഴിക്കുമ്പോഴും അതിൻ്റെ മേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മീറ്റിംഗ് കോളും ഇതെല്ലാം വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മിക്കവാറും ആഹാരം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ ശബ്ദമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. രണ്ടാമത് നേരത്തെ പറഞ്ഞ ചോദ്യമാണ് ക്രില്ലാണ്. ക്രില്ലില്ല ഇവിടെ. ക്രില്ലെന്ന് പറയുന്നത് തണുത്ത ജലത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ്, ചെമ്മിനെ പോലത്തെ ജീവിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും നീലത്തിമിംഗലം ഇവിടുന്ന് കഴിക്കുന്നത് ചെമ്മീനാകാനാണ് സാധ്യത. പാല് കൊടുത്ത് വളർത്തുന്നതാണല്ലോ സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പൊ തിമിംഗലത്തിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാണ് അത് പാല് കുടിക്കുന്നതൊക്കെ? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളൊരു ഈ പാല് കുടിക്കുക എന്ന് പറയുന്നത് ഈ സസ്തനികളുടെ ഈ മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ അത് സക്കിയാണ് ചെയ്യുക. അതിൻ്റെ ശരീരത്തിനകത്ത് ഇതിനകത്തുള്ള ഈ നിപ്പിൾസ് കാണുന്നില്ല, അത് ആ ഹോൾസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് സക്കിയാണ് ചെയ്യുക. അപ്പം കടലിലെ സസ്തനികൾക്ക് ഹോൾസ് ആണ്, അതെ അതെ. ഇപ്പോൾ പുറത്തേക്ക് കാണുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്തിൽ നിന്ന് സക്കി ചെയ്താണ് ചെയ്യുക. ഈ കടലിൻ്റെ അടിയിൽ പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്നത് കടൽപ്പാമ്പും സ്രാവുമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് സിനിമകളിലൂടെ കണ്ടിട്ട് നമുക്ക് ഷാർക്കിനെ പേടിയാണ്, തിമിംഗലത്തിനെ പേടിയില്ല. പക്ഷെ അതുപോലെ തന്നെ ഈ ഏറ്റവും അധികം ഭൂമിയിൽ വിഷമുള്ളത് കടൽപ്പാമ്പിനാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം താങ്കൾക്ക് ഏതിനെയാണ് കൂടുതൽ ഭയം തോന്നിയിട്ടുള്ളത്? ഈ കടൽപ്പാമ്പായാലും മനുഷ്യന് നീന്തുമ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് കടിക്കാറില്ല. അത് അതിൻ്റെ പുറത്ത് ചവിട്ടിയാലോ അതിൻ്റെ പുറത്ത് കൈവെക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അധികം കടൽപ്പാമ്പിൻ്റെ കടി കിട്ടിയിരിക്കുന്നതും കുറച്ച് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ ഈ വലയിൽ കുടുങ്ങിയ പാമ്പിനെ അവർ സാധനം എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അശ്രദ്ധയാണ് പലപ്പോഴും ഈ അത് കാണാത്തതോ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും അതിൻ്റെ പുറത്ത് ചവിട്ടുമ്പോഴൊക്കെയാണ് ഇത് കടിക്കുന്നത്. അതിൻ്റെ ആൻറ്റിവനം ഇല്ല. ആൻറ്റിവനം ഉണ്ട്, പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ അത് സാധാരണ എടുത്ത് വെക്കാറില്ല, വളരെ കോമൺ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത്. പിന്നെ കടലിൻ്റെ ഉള്ളിലാണെങ്കിൽ തിരിച്ച് കരയിലേക്ക് എത്താനുള്ള സമയമുണ്ട്, അതും ഒരു മരണകാരണമാകാൻ. ഈ കടൽ ജീവികളിലല്ലേ രസകരമായിട്ടുള്ള ഭക്ഷണ രീതിയുള്ള ജീവികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണം ഹെർമിറ്റ് ക്രാബുകളാണ്. സന്യാസി ഞണ്ടെന്ന് പറയും. സന്യാസി ഞണ്ടിന് ശരീരത്തിൽ ഒരു പ്രത്യേകിച്ചൊരു സംരക്ഷണ കവചമില്ല. മറ്റ് ജീവികളുടെ ഷെല്ലുണ്ടല്ലോ, ഈ ഷെല്ലിനുള്ളിലാണ് ജീവിക്കുക. ഈ ഷെല്ലിന് വേണ്ടി ഇവർ തമ്മിൽ മത്സരം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുമ്പോഴും അങ്ങനെ കാണാൻ പറ്റും. ഷെല്ല് പിന്നെ ഇത് വലുതാകുന്ന അനുസരിച്ചിട്ട് ഈ ഷെല്ലിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ഷെല്ലിലേക്ക് കയറും. ഈ രീതിയിലാണ് അത് ജീവിക്കുന്നത്. കക്കയുടെ തോടാണ്. കക്കയുടെ തോടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഷെൽസ് ആണ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഒറ്റ ഹോളുള്ള ഷെൽസാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുക. അത് മെയിനായിട്ട് സ്കാവഞ്ചറാണ്. ചത്ത ജീവികളെയാണ് പ്രധാനമായിട്ട് ആഹാരമാക്കുന്നത്. ചില ജീവികൾ, പ്രത്യേകിച്ചും ഈ ഇലക്ട്രിക് റേ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഈ ജീവികളെ ഈ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് പാരലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ തീരപ്രദേശങ്ങളിലുള്ളൊരു ജീവിയാണ്. ഇലക്ട്രിക് റേ ഉണ്ട്. ചില ഈലുകളുണ്ട്, പക്ഷെ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈലുകൾ നമ്മുടെ തീരത്ത് തെരണ്ടിയുണ്ട്. പക്ഷെ തെരണ്ടി കറണ്ട് ഉണ്ടാക്കുന്ന തെരണ്ടി നമുക്കില്ല. നമുക്ക് റേ ഉണ്ട്, നമുക്ക് ഇലക്ട്രിക് റേ ഉണ്ട്. നമുക്ക് തെരണ്ടി എന്ന് പറയുന്നത് കുറച്ച് വലിയ വാലുള്ള കുത്തിയത് തെരണ്ടിയല്ല. അതെ അതെ അതെ. പിന്നെ എനിക്കും ഈ കടൽ യാത്രകളിൽ ഏറ്റവും വലിയ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് തെരണ്ടിയുടെ ആക്രമണം. ഞങ്ങളൊരു ഓൾ ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ, മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ സർവേ നടത്തുന്നു. അപ്പോൾ ഗുജറാത്തിലെ പ്രത്യേകത കേരള തീരം പോലെയല്ല. വേലിയിറക്ക സമയത്ത് കടൽ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് രാവിലെ വേലിയിറക്ക സമയത്ത് പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം കടലിൽ നടക്കാം. അപ്പോൾ നടക്കും മുഴുവൻ പാറക്കെട്ടുകളും ചെറിയ വാട്ടർ പൂൾസും ഉണ്ട്. അവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ടാവും. മുഴുവൻ കടൽ പായലുമായിരിക്കും. സാധാരണ നമ്മൾ ഷൂസാണ് ഇടുന്നത്, അന്ന് ചപ്പലായിട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തിൻ്റെ പുറത്ത് ചവിട്ടി എന്തോ എൻ്റെ കാലിൽ കുത്തിയതായിട്ട് എനിക്ക് തോന്നി. കുത്തിയതായിട്ട് തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് ഓടിയത് ഒരു തെരണ്ടിയാണ്. അപ്പോൾ തെരണ്ടിയാണ് കുത്തിയിരിക്കുന്നത് കാലിൽ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തു.
അയ്യോ, ഫോട്ടോഗ്രാഫ് എടുത്തു, പക്ഷേ തിരണ്ടി പോയി. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ഥലം എന്ന് വളരെ റിമോട്ടാണ്. നമ്മൾ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ യാത്രയാണ്. ആന്റിവെനം അതിനെന്തായാലും വേണം. എന്തെങ്കിലും ആൻറ്റിവെനം ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അത് ഉടൻ തന്നെ ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യും. കാരണം ഇതൊരു വൈൽഡ് ലൈഫ് അറ്റാക്കാണ്. ഇതൊരു ന്യൂറോടോക്സിനാണ്. കുറച്ചു കാലം പെയിൻ ഉണ്ടാവും കാലിൽ. അത് കഴിയുമ്പോൾ അതങ്ങ് സബ്സൈഡ്, 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് സബ്സൈഡ് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റീവ് ഇർവിന് പറ്റിയതല്ല. സ്റ്റീവ് ഇർവിന് പറ്റിയത്, സ്റ്റീവ് ഇർവിൻ ഈ ആനിമൽസിനെയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇർവിന് പറ്റിയ കേസ് എന്ന് പറയുന്നത് ഇല്ല, നേരെ ഈ സ്റ്റിങ് കുത്തിക്കയറിയത് ഹാർട്ടിലാണ്. അപ്പോൾ കൃത്യമായിട്ട് നീന്തുന്ന സമയമായിരുന്നു. അപ്പോൾ കുത്തിക്കയറിയത്, അപ്പോൾ തിരിച്ച് കരയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ കറക്റ്റ് ഹാർട്ട് ആയതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം പറ്റിയതാണ്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത് വലിയ മരണത്തിന് കാരണമാകുന്ന അത്രയും അളവിലുള്ള പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. നമ്മുടെ ധാരണയ്ക്ക് വിപരീതമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്തെങ്കിലും കടൽ ജീവികളുണ്ടോ? കടലിലൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ഓപ്പണാണ്. അപ്പോൾ ഓപ്പൺ സ്പേസ് ആകുമ്പോൾ ആഹാരം സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. കടലാമകളിൽ തന്നെ ഗ്രീൻ ടേർട്ടിൽ പ്രധാനമായിട്ട് കഴിക്കുന്ന കടൽ പുല്ലാണ്. ഇപ്പോൾ അതിന് ഗ്രീൻ എന്ന് പേര് വരാൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ പച്ചനിറമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഈ അധികം കടൽപ്പുല്ല് കഴിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫാറ്റിൽ, കൊഴുപ്പിന് ഒരു പച്ച നിറം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രീൻ ടർട്ടിൽ എന്നുള്ള പേര് വന്നത്. അപ്പോൾ അങ്ങനെ എക്സ്ക്ലൂസീവായിട്ടുള്ള വെജിറ്റേറിയൻ അനിമൽസ് ഉണ്ട്. ഉദാഹരണം കടൽ പശു എന്ന് പേര് വരാൻ തന്നെ കാരണം അത് പുല്ല് മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കടലിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അസോസിയേഷൻസ് ആണ്. 2 ജീവികൾ തമ്മിൽ സഹവർത്തിത്വമാണ്. ഈ കോറലൊക്കെ പോലെ അത് കോറലിലാണ്. ഇപ്പോൾ കോറൽ ഈ ലോകത്ത് ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു ജീവസമൂഹം പവിഴപ്പുറ്റുകളാണ്. അപ്പോൾ പവിഴപ്പുറ്റുകൾക്ക് നിറം കൊടുക്കുന്നത് മുഴുവൻ ആൽഗകളാണ്. അപ്പോൾ അതൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്, സഹവർത്തിത്വമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ പവിഴപ്പൂറ്റിന്റെ ബ്ലീച്ചിങ്ങിനെ കുറിച്ചും കൂടി പറയാൻ തോന്നുന്നു. കാരണം ആളുകൾക്ക് അത്ര അറിയുണ്ടാവില്ല. ശരിക്കും ആൽഗേനെ പുറന്തള്ളുമ്പോഴാണല്ലോ പവിഴപ്പുറ്റുകൾ മൊത്തം ബ്ലീച്ചായി പോകുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു കോ എക്സിസ്റ്റൻസിനെ പറ്റിയൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. ഇന്ത്യയിൽ തന്നെ നമുക്ക് നല്ല സവിശേഷമായിട്ടുള്ള പവിഴ പുറ്റുകളുള്ള പ്രദേശങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്നത് തമിഴ്നാട്ടിലാണ്. ഗൾഫ് മന്നാർ ഒരു വലിയ പവിഴപ്പുറ്റ് മേഖലയാണ്. പിന്നീട് കാണുന്നത് ഉദാഹരണം ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപുണ്ട്. ലക്ഷദ്വീപ് അറ്റോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സവിശേഷമായ ഒരു ദ്വീപസമൂഹമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 450ഓളം സ്പീഷീസിൽപ്പെട്ട കോറൽസ് കാണുന്നുണ്ട്. സഹവർത്തിത്വം എന്ന് പറയുന്നത് ഒരു സൂസാന്തല്ലേന്നോ സിംബോഡിനിയോ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആൽഗകളാണ്. ഈ ആൽഗകൾ അതിൻ്റെ ശരീരത്തിനുള്ളിൽ ജീവിച്ചിട്ട് പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം കോറൽസിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അതെ, ഈ കോറൽസ് അതിനുള്ള ജീവിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഹവർത്തിത്വമാണുള്ളത്. കോറലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ കോറൽസ് ആണ് ഈ കടലിലെ മഴക്കാടുകൾ എന്നാണ് പറയുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോറൽ ഈ കടലിലെ ഉള്ള ജൈവസമ്പത്തിൻ്റെ ഏതാണ്ട് 4/1 പവിഴപ്പുറ്റ് മേഖലകളിലാണ് കാണുന്നത്. കാരണം പവിഴപ്പുറ്റ് മേഖലകൾ കടലിൻ്റെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5% താഴെയാണ്. അപ്പോൾ കടലിൻ്റെ 2.5% കുറഞ്ഞുള്ള മേഖലയിൽ കാണുന്ന പവിഴപ്പുറ്റ് മേഖലയിലാണ് കടലിൻ്റെ ജൈവസമ്പത്തിൻ്റെ ഏതാണ്ട് 25%. അത് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. പിന്നെ ഈ പവിഴപ്പുറ്റുകൾ ഒരുക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായ ആവാസ വ്യവസ്ഥയുണ്ട്. അത് മറ്റ് പല ജീവികൾക്കും നിരന്തരമായിട്ട് ആഹാരം കൊടുക്കും, അത് പ്രജനനത്തിനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇത്രയധികം പ്രൊഡക്റ്റീവായിട്ടുള്ള വേറൊരു മേഖലയില്ല എന്നുള്ളത്. പക്ഷേ ലക്ഷദ്വീപ് ഇപ്പോൾ കോറൽസ് നന്നായുള്ള സ്ഥലമാണല്ലോ, പക്ഷെ അവിടെ ട്യൂണ ഫിഷ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ശരിക്കും. നമ്മൾ ഉദാഹരണം ഈ കോറൽസിനെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പവിഴപ്പുറ്റുകൾക്കിടയിൽ നിന്ന് ആഹാരം ഈ മീൻ പിടിക്കുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവിടെ വല ഉപയോഗിക്കാൻ വല കുടുങ്ങും. അപ്പോൾ അവിടെ ചൂണ്ടൽ കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സസ്റ്റൈനബിൾ ഫിഷിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല നടക്കുന്നത്. ഉദാഹരണം ലോകത്ത് ഏറ്റവും അധികം അലങ്കാര മത്സ്യങ്ങളുള്ളത്, കടലിലെ അലങ്കാര മത്സ്യങ്ങളുള്ളത് പവിഴപ്പുറ്റ് മേഖല. ലഗൂൺ മത്സ്യങ്ങൾ ഏറ്റവും അധികം കളർഫുൾ അനിമൽസ് ആണ്. പക്ഷേ അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിപ്പോൾ കോറൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ ആ ഒരു ബെൽറ്റിലാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഇതിനെ പിടിക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ സയനൈഡ് പോയിസൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇതിനെ പിടിക്കുകയും പിന്നീട് പിന്നെ കടൽ വെള്ളത്തിലേക്ക് മാറ്റുകയും ഇൻ്റർനാഷണലി ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിനാശകരമായ ഒരുതരം ഫിഷിംഗ് നടക്കുന്നത് ഈ പവിഴപ്പുറ്റ് മേഖലയിൽ അലങ്കാര മത്സ്യങ്ങളെ പിടിക്കാനാണ്. പവിഴപ്പുറ്റുള്ള ഭാഗങ്ങളിൽ പൊതുവെ ഈ ഞണ്ടും പിന്നെ അതുപോലെ ചെമ്മീനൊന്നും അവിടെ അങ്ങനെ കിട്ടുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അത് ഈ ഇത്തരം നമ്മുടെ ഏരിയയിലല്ലേ കൂടുതൽ കാണുന്നത്? അങ്ങനെയല്ല ശരിക്കും. കാരണം നമ്മൾ അവിടെ ചെന്നപ്പം അവിടെ ഈ ഞണ്ട് ഇറച്ചിയോ ചെമ്മീൻ ഇറച്ചിയോ ഒന്നും ലഭ്യതയില്ലായിരുന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു ലഗൂൺ ഭാഗങ്ങളിൽ അത് ഇല്ല ഇവിടെ. അത് വ്യത്യാസമാണ്. അതായത് നമുക്ക് കേരള തീരത്ത് കാണുന്ന ഞണ്ടുകളല്ല ഈ ലക്ഷദ്വീപിൽ കാണുന്നത്. അവിടെ കാണുന്ന പവിഴപ്പുറ്റ് മേഖലയിൽ കാണുന്ന ഞണ്ടുകളാണ്. അത് പലപ്പോഴും കളർഫുള്ളാണ്, വളരെ ചെറുതുമാണ്. നമുക്കിപ്പോഴും ഈ ആഹാരമാക്കണമെങ്കിൽ കുറച്ച് വലുത് വേണമല്ലോ.
അത് മുഴുവൻ പെലാജിക്കാണ്. അതായത് ഫ്രീ സ്വിമ്മേഴ്സാണ് ഈ പല ക്രാബുകളും. അപ്പോൾ അങ്ങനെയുള്ള നന്നായിട്ട് നീന്തുന്ന ക്രാബുകളൊക്കെ കുറച്ചും കൂടെ ഓപ്പൺ വാട്ടേഴ്സിലേ കാണുള്ളൂ. പ്രജനനം നടത്തുന്നതിൽ ഭയങ്കര വ്യത്യസ്തതയുള്ള ജീവിവർഗം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കടൽ കുതിരേനെ പണ്ട് മുതലേ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നത് ആണുങ്ങളാണ് ഗർഭം ധരിക്കുന്നത് കടൽ കുതിരകൾ എന്നുള്ളത്. അതുപോലെ പ്രജനന രീതിയിൽ ഒരു വ്യത്യസ്തതയുള്ള ജീവിവർഗങ്ങൾ ഏതൊക്കെയാണ് കടലിൽ? കടൽ കുതിരകളുടെ പ്രത്യേകത അത് ജീവിതകാലം മുഴുവൻ നമുക്ക് ചില ഈ കടൽ കുതിരകൾ പെയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരാണും പെണ്ണും പിന്നെ ഒരു പെയറായി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അതിന് ജീവിതകാലം മുഴുവൻ അത് പെയറായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആൺ കടൽ കുതിരയാണ്. അതിൻ്റെ വയറ്റിൽ അതിന് ബ്രൂഡ് പൗച്ചുള്ളത് ഈ ആൺ പിന്നെ കടൽ കുതിരയ്ക്കാണ്. അതിൻ്റെ ബ്രൂഡ് പൗച്ചിനകത്ത് ഇതിനെ വളർത്തുകയും അത് പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ വയറിനകത്ത് സൂക്ഷിക്കുകയും അതെ വയറ്റിൽ സൂക്ഷിക്കുന്നതും വളർത്തുന്നതും കടൽ കുതിരകളാണ്. ചില ഇനം പഫർ ഫിഷുകളുണ്ട്. ആണ് ഒരു വളരെ വളരെ ഭംഗിയുള്ളൊരു വീടുണ്ടാക്കും. അതിലേക്ക് പെൺമത്സ്യത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയുണ്ട്. അത് വളരെ വളരെ എഞ്ചിനീയറിംഗ് ഒരു ഡിസൈനാണത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചതുണ്ടാക്കി അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ചില ഈ ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ലാൻഡിലുള്ള ഗ്രാസ് ഹോപ്പേഴ്സ് എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ എണേനെ തിന്നും ആണിനെ തിന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളതുണ്ടോ? കരയിൽ കാണുന്നത് പോലെ കടലിൽ കാണില്ല എന്നുള്ളതാണ്. അത് ഒക്ടോപ്പസിന്റെ കേസിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഒക്ടോപ്പസ് പിന്നെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ മുട്ടയെ മുഴുവൻ ഗാർഡ് ചെയ്യുന്നതും പെൺ ജീവികളാണ്. ആൺജീവികൾ ഈ എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ മരിക്കുകയാണ് പതിവ്. അത് സാധാരണഗതിയിൽ ഇതിന്റെ ലൈഫ് സൈക്കിൾ വളരെ കുറവാണ്. അത് കഴിഞ്ഞാൽ ഒരു തവണ ഇണ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ജീവിതചക്രം ഏതാണ്ട് പൂർത്തിയാകുന്നു എന്നുള്ളത്. ഈ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ വായിച്ചിട്ടുള്ളത് സത്യമാണോ എന്നറിയില്ല, ചില ജെല്ലി ഫിഷുകൾ ഒരിക്കലും മരിക്കില്ല എന്ന് പറയും. അതിങ്ങനെ വിഭജിച്ച് ലൈഫായി അത് അനന്തമായി അതിന്റെ ലൈഫ് നീണ്ടുപോകും എന്നുള്ളത് സത്യമാണോ? അല്ല, അത് ഈ ജെല്ലി ഫിഷുകളെല്ലാം ഇല്ല. അത് ചില ജെല്ലി ഫിഷുകളുടെ ഒരു ജീവിതചക്രം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾ ശരീരത്തിൽ നിന്ന് തന്നെ വിഭജിച്ചുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ബാക്കിയുള്ള ജെല്ലി ഫിഷിനെല്ലാം രണ്ട് രീതിയിലുള്ള പ്രജനന രീതികളുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കടൽ തീരത്തെ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊന്നും ഇത്രയധികം ജെല്ലി ഫിഷിനെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം നിറയെ കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു കാലാവസ്ഥാ മാറ്റം ഒരു ഘടകമായിട്ടുണ്ടോ? ലോകമെമ്പാടും ജെല്ലി ഫിഷിൻ്റെ സംഖ്യ വളരെയധികം കൂടുന്നതായിട്ട് അടുത്ത കാലത്ത് റിപ്പോർട്ടുകളുണ്ട്. പല രാജ്യങ്ങളിലും ഇത് ടൂറിസത്തിനെയും ബാധിക്കാറുണ്ട്. കാരണം ഇതെല്ലാം പലപ്പോഴും വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് ചത്തുപോകുമ്പോൾ ഇതെല്ലാം തീരത്തടിയുമ്പോൾ അത് തീരത്തടിയുകയും ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ടൂറിസത്തിനെ ബാധിക്കാറുണ്ട്. പിന്നെ നീന്തുന്ന ബീച്ചുകളിൽ ഇതിനെല്ലാം തൊട്ടാൽ ചൊറിയുമല്ലോ, ചൊറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ട് ടെൻഡക്കിളുകളിൽ. അത് പോയിസണസ് ആണ്. അത് ശരീരത്തിൽ ഉരസിക്കഴിഞ്ഞാൽ അവിടെ വ്രണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ അത്രയധികം ഭീഷണിയുള്ള അത്രയധികം വിഷാംശമുള്ള കടൽച്ചൊറികൾ കുറവാണ്. പക്ഷേ ഓസ്ട്രേലിയയിലെ തീരപ്രദേശങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും ടൂറിസം തന്നെ അവർ ബാൻ ചെയ്യാറുണ്ട്. കാരണം അത്രയധികം വിഷാംശമുള്ള കടൽച്ചൊറികളാണുള്ളത്. ലോകത്ത് ഏറ്റവും അധികം ഇല്ലാതാകുന്നത് കടലിൽ ഇരപിടിയന്മാരാണ്. മത്സ്യബന്ധനം നടക്കുമ്പോൾ ആദ്യം പിടിക്കുന്നത് വലിയ മത്സ്യങ്ങളെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ലോകമെമ്പാടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രെഡേറ്റേഴ്സ്, ഇരപിടിയന്മാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നുണ്ട്. ലാൻഡിലാണെങ്കിലും കടുവയാണല്ലോ. അതെ അതെ അതുപോലെ തന്നെയാണ് നമുക്ക്. പക്ഷേ കടലിൽ ഇതിൻ്റെ സ്വാധീനവും അതിൻ്റെ താഴേക്കുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്, ഏറ്റവും അധികം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗം സ്രാവുകളാണ്. സ്രാവുകളും തിരണ്ടികളുമാണ്. അങ്ങനെയുള്ള ജീവികൾ ഇവയെ ആഹാരമാക്കുമായിരുന്നു, ജെല്ലി ഫിഷുകളെ. അത് അവയുടെ എണ്ണം കുറഞ്ഞത് ഒരു കാരണമാണ്. രണ്ടാമത് ഇവയെ ഏറ്റവും അധികം സമർത്ഥമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള കടലാമകളാണ്. അപ്പോൾ കടലാമകളുടെ എണ്ണം കുറയുന്നതും ഇതിൻ്റെ വംശവർദ്ധനവും കൂടാനുള്ളൊരു കാരണമായിട്ടുണ്ട്. ഇനിയും കാരണങ്ങളുണ്ട്. ഉദാഹരണം, നമുക്ക് കടലിൻ്റെ പോഷക സമൃദ്ധി കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൽഗകളുടെ സാന്നിധ്യം, ഇത് ഭക്ഷണമാകുന്ന പ്ലാങ്ക്ടൻ്റെ സാന്നിധ്യം കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഈ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് പുലിമുട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇതിൻ്റെ എഗ്ഗ് വന്ന് പിടിക്കുകയും ലാർവ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യവും കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നമ്മുടെ തീരസമുദ്രങ്ങളിൽ ജെല്ലി ഫിഷിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുന്നുണ്ട്. കടലിൻ്റെ പോഷകം കൂടുന്നത് പറഞ്ഞാൽ അതെങ്ങനെയാണ് കൂടുന്നത്? അടുത്ത കാലത്ത് കടലിൽ നേരിടുന്ന ഭീഷണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂട്രോഫിക്കേഷൻ എന്ന് പറയും. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ രാസവളങ്ങളും ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത് കടലിലാണ്, ഒലിച്ചു വരുന്നതെല്ലാം കടലിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കടലിൽ ഏറ്റവും അധികം കൂടുന്നത് നൈട്രജനും ഫോസ്ഫറസും ഒക്കെയാണ്. അപ്പോൾ അത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ്. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ കടലിൻ്റെ പല പ്രദേശങ്ങളിലും വെള്ളത്തിന് ഓക്സിജൻ പിടിച്ചു വെക്കാനുള്ള കഴിവ് കുറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോഷകം കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്യുമ്പോൾ ഏറ്റവും ഈ സാഹചര്യം നന്നായിട്ട് മുതലെടുക്കുന്നത് ആൽഗകളാണ്. ആൽഗകളല്ല, എല്ലാ ആൽഗകളും അല്ല, വിഷാംശമുള്ള ആൽഗകളാണ്. കാരണം വിഷാംശമുള്ള ആൽഗയ്ക്ക് ഈ
ഓക്സിജൻ കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് പ്രജനനം നടത്താൻ കഴിയും. അത് പെട്ടെന്ന് വംശവർദ്ധനം നടക്കും. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഹാംഫുൾ ആൽഗൽ ബ്ലൂം, HAB എന്ന് പറയും. കാരണം ഈ വിഷാംശമുള്ള ആൽഗകളുടെ ഏറ്റവും വലിയ പ്രശ്നം അത് പെട്ടെന്ന് വംശവർദ്ധനം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിഷം പലപ്പോഴും മത്സ്യങ്ങളിലേക്ക് എത്താം, പ്രത്യേകിച്ചും കക്ക പോലെയുള്ള അടിത്തട്ടിൽ ഫിൽട്ടർ ഫീഡ് ചെയ്യുന്ന ജീവികളിലേക്ക് എത്താം. അതിന്റെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പലതും ടോക്സിൻസ് ആണ്. ന്യൂറോടോക്സിൻസ് ഉണ്ട്, പാരാലിറ്റിക് ടോക്സിൻസ് ഉണ്ട്. ഇതെല്ലാം മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മരണം വരെ കാരണമാകാം. കേരളത്തിൽ അത്തരത്തിലുള്ള ആൽഗ ബ്ലൂം കാരണം എന്തെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും അപകടങ്ങൾ? കേരളത്തിൽ തിരുവനന്തപുരം തീരത്ത് പ്രത്യേകിച്ചും കോവളം, വിഴിഞ്ഞം പ്രദേശങ്ങളിൽ ഈ ഷെൽഫിഷ് പോയ്സണിങ് എന്ന് പറയും. കക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ കഴിച്ചത് കൊണ്ട് തന്നെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷാംശമുള്ള ആൽഗകളെ കഴിച്ച കല്ലുമ്മക്കായ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, അതിന് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതിന് വേണ്ടത് നമുക്ക് തീരപ്രദേശങ്ങളിൽ ഈ ഹാംഫുൾ ആൽഗയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പല സർക്കാർ ഏജൻസികളും ഇപ്പോൾ അതിനുള്ള വലിയ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതോട് ചേർത്ത് വെച്ച് ചോദിക്കുകയാണ്, ഈ ചെമ്മീനൊക്കെ നമ്മൾ കഴിക്കുമ്പം പൊതുവെ അതിൻ്റെ മുതുകിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ഞരമ്പ് നമ്മളെടുത്ത് കളയണം കഴിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അതിൽ ശരിക്കും എന്തെങ്കിലും യുക്തിയുണ്ടോ? അത് ഒഴിവാക്കി കഴിക്കുന്നത് തന്നെയാണോ നല്ലത്? സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ വിദേശികൾ ചെയ്യുന്ന കാര്യം, ഉദാഹരണം കക്ക കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരിട്ട് തന്നെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറില്ല. അവർ ചെയ്യുന്നത് കക്കയെ ഒരു ദിവസം പിടിച്ചു കഴിഞ്ഞാൽ, ജീവനോടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം സീ വാട്ടറിൽ ഇട്ടേക്കും. ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ഇൻഡസ്റ്റൈനിലുള്ള ഫീക്കൽ മാറ്റർ എല്ലാം പുറത്തേക്ക് പോകും, വിസർജ്യങ്ങളെല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ ക്ലീൻ ആയിരിക്കും, അതിനകത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണല്ലോ വിസർജ്യ വസ്തുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആഹാരമില്ലാതെ ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ശരീരത്തിലുള്ള എല്ലാ വിസർജ്യ വസ്തുക്കളും പുറത്തേക്ക് പോകും. ചെമ്മീൻ്റെ കേസിലും അതാണ്. ചെമ്മീൻ്റെ കേസിൽ നമ്മൾ ഈ തോട് പൊളിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഈ ഞരമ്പെന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡസ്റ്റൈനാണ്. അപ്പോൾ അതിൻ്റെ മുതുകിലാണ് അതിൻ്റെ കുടൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുടലെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണും ഇതെല്ലാം കഴിക്കുന്നത് അടിത്തട്ടിലുള്ള ചെളിയും അല്ലെങ്കിൽ ഡീക്കേയിങ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമാണ്. മനുഷ്യനും ഹാനികരമായ സൂക്ഷ്മ ജീവികൾ കാണുന്നത് ഇൻഡസ്റ്റൈനകത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡസ്റ്റൈൻ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടുക്കാന്നാ ഞങ്ങളെ നാട്ടിൽ പറയാ കല്ലുമ്മക്കായന്റെ ഉള്ളിലുള്ള ഈ പച്ച നിറം എന്ന് പറയുന്നത് അതിന്റെ കുടലാണോ അതോ അതിന്റെ എന്താ പറയാ അവശിഷ്ടം? അതിന്റെ ഹെപ്പാറ്റോ പാൻക്രിയാസ് ആണ്. ഈ പച്ച നിറം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാറുണ്ട്. നമ്മൾ ഇൻഡസ്റ്റൈൻ അതിന്റെ കുടലെടുത്ത് മാറ്റുമ്പോൾ തന്നെ അതും കൂടി മാറ്റാറുണ്ട്. അത് അതിന്റെ നമ്മളെ ലിവർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് അതിന്റെ ഹെപ്പാറ്റോ പാൻക്രിയാസ്. അത് കളയുന്നത് തന്നെയാണ്. കടൽ വിഭവങ്ങളിൽ ഏറ്റവും അധികം പോഷക സമ്പുഷ്ടമാണെന്ന് കണ്ടെത്തിയ വിഭവം ശരിക്കും ഏതാ? FAO ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ആരോഗ്യ സംഘടനകളൊക്കെ ഇപ്പം തന്നെ പറയുന്നത് ചെറുമീനുകൾ കഴിക്കണം. അപ്പോൾ ചെറുമീനിനകത്തുള്ള ചെറുമീൻ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പോഷകങ്ങൾ ഈ വലിയ മീനിൽ ഉണ്ടാവണമെന്നില്ല. എൻ്റെ അച്ഛനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വലിയ വെള്ളപ്പൊക്കത്തിലൊക്കെ വയലൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് വറുതിക്കാലം ഇല്ലാതെ അവരെ നോക്കിയത് ശരിക്കും മത്തിയുടെ ലഭ്യതയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്തി മാത്രം കഴിച്ച് ജീവിച്ച നാളുകളുണ്ടെന്ന് പറഞ്ഞത്. ആ രീതിയിൽ മത്തി എത്രത്തോളം കേരളത്തിന് ഇമ്പോർട്ടൻ്റ്. ശരിക്കും നമ്മൾ ചക്കേനെ കുറിച്ചും മാവിനെ കുറിച്ചും കപ്പേനെ കുറിച്ചും പറയാറുണ്ട്, പക്ഷേ ഈ തരത്തിലുള്ള കടൽ വിഭവത്തിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല. കേരളത്തിൽ പണ്ടും ഈ പോഷക സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പട്ടിണി മരണങ്ങൾ, അതൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലം തീരപ്രദേശമാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട കടലിൽ മീൻ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് സംഘചരിത്രത്തിൻ്റെ സമയത്തുണ്ടായ വലവീശു പുരാണം എന്ന് പറയുന്നൊരു 1300-കളിലൊക്കെ ഇന്ത്യയിലേക്ക് വന്ന ഈ സഞ്ചാരികളുണ്ട്. അപ്പോൾ അവരെഴുതിയിരിക്കുന്ന രസകരമായ ചില കഥകളുണ്ട്. പ്രയർ ഒറോറിക് എന്ന് പറയുന്ന ഒരു സഞ്ചാരിയുടെ യാത്രാക്കുറിപ്പിൽ പറയുന്നത്, കേരള തീരത്ത് ഞാൻ എത്തിയത് മത്സ്യങ്ങളെ പിന്തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ തീരത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് മത്സ്യങ്ങളുടെ പുറം ഭാഗം മാത്രമേ കാണാം, വെള്ളം കാണാനില്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മത്സ്യം മത്തിയാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ വെള്ളത്തിനോടൊപ്പം തന്നെ വെള്ളം കാണാൻ വയ്യാത്ത അത്രയധികം അളവിൽ ചില കാലങ്ങളിൽ മത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് എക്സ്പോർട്ടില്ല. അന്ന് സാധാരണക്കാരന് ഏറ്റവും അധികം വില കുറച്ച് കിട്ടിയിരുന്നത് മത്തിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്തിക്ക് മലയാളത്തിൽ അന്നുണ്ടായിരുന്ന പേര് കുടുംബം പുലർത്തിയെന്നായിരുന്നു. അപ്പോൾ കുടുംബത്തിനെ പുലർത്തിയിരുന്നത് പലപ്പോഴും മത്തിയുടെ സമൃദ്ധമായ ലഭ്യത ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് മത്സ്യങ്ങളിൽ മാത്രം കാണുന്നതാണ്. അത് എളുപ്പത്തിൽ ദഹിക്കുന്ന മനുഷ്യന് വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ട്യൂണയിൽ നിങ്ങൾക്കറിയാം മസിൽ പല ലെയറായിട്ടായിരിക്കും. അതിൽ വെള്ളയുണ്ട്, കറുപ്പുണ്ട്. ഈ കറുപ്പെന്ന് പറയുന്നതിനകത്താണ് ഈ ട്യൂണ ഏറ്റവും അധികം നന്നായിട്ട് നീന്തുന്ന ഒരു മത്സ്യമാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അധികം ഈ ഹീമോഗ്ലോബിൻ, അയൺ,
ശേഖരിച്ചു വെക്കുന്നത് ഈ പ്രദേശങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറുപ്പ് ഒഴിവാക്കണ്ട, കറുപ്പിനകത്താണ് ഏറ്റവും അധികം. പക്ഷേ വെള്ള ട്യൂണയ്ക്കാണ് വില കൂടുതൽ, ആളുകൾക്ക് കഴിക്കാൻ ഇഷ്ടം അതാ. പക്ഷെ പോഷക സമ്പുഷ്ടം കറുത്ത ട്യൂണ ആണ്. പല കടൽ ജീവികളെ നോക്കുമ്പോൾ നമുക്ക് കരയിലെ പല ജീവികളായിട്ട് സാമ്യം തോന്നാറുണ്ട്. കടലാമയും കരയിലെ ആമയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് തോന്നും. പക്ഷേ അതുപോലെ തന്നെ ഈ ഓട്ടറുകളില്ലേ, നീർനായകൾക്ക് നമ്മുടെ നായയായിട്ടൊക്കെ വല്ല സാമ്യം ഉണ്ടോ എന്നൊക്കെ തോന്നുന്ന പോലെ അത്തരത്തിൽ കടലും ലാൻഡുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കണക്ഷനുള്ള ജീവികളെ കുറിച്ച് അതിൻ്റെ ഒരു കൗതുകം പറയാമോ? ആദ്യത്തെ ജീവൻ ഉണ്ടാകുന്നത് കടലിലാണ്. അതിനെപ്പറ്റിയും ഒരുപാട് ഡിസ്പ്യൂട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അത് ആദ്യത്തെ ജീവൻ വന്നത് കടലിൽ ഉള്ള ഈ സൂക്ഷ്മജീവികൾ വന്നത് അന്തരീക്ഷത്തിൽ നിന്നാണോ എന്നൊക്കെയുള്ള ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഉദാഹരണം, ലോകത്ത് നമുക്ക് കരയിൽ കാണുന്നത് പോലെ തന്നെ അഗ്നിപർവ്വതങ്ങൾ കടലിൽ കാണുന്നുണ്ട്. അങ്ങനെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന സമയത്ത് ആ ചുറ്റുമുള്ള മേഖലകളിലൊക്കെ ചൂട് ഏതാണ്ട് 150-200 ഡിഗ്രി ആവാറുണ്ട്. ഇതിന് ഈ 1950-കളിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിന് ഹൈഡ്രോ തെർമൽ വെന്റുകൾ എന്നാണ് പറയുക. അവിടെയും ജീവജാലങ്ങളുണ്ട്. ഇപ്പോഴും അത് 150 ഡിഗ്രി ചൂടിലും ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ജീവിക്കുന്നത്, ആഹാരം കണ്ടെത്തുന്നത് കീമോസിന്തസിസ് ആണ്. കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ആഹാരം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഉദാഹരണം, അവിടെയും ഈ കക്കകളുണ്ട്. ആ കക്കകളുടെ ശരീരത്തിനകത്ത് കാണുന്ന ബാക്ടീരിയയാണ് അവർക്ക് വേണ്ടുന്ന ഈ ചൂടിൻ്റെ സഹായത്തോടുകൂടി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ അഗ്നിപർവ്വതമുള്ള മേഖലകളിലായിരിക്കണം ഈ ആദ്യത്തെ ജീവൻ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പൊതുവായ ധാരണ. ഭൂമി ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയിൽ ഓക്സിജനേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കടലിലുണ്ടായ ആദ്യത്തെ സസ്യങ്ങളുണ്ടല്ലോ, ഇവയാണ് ആദ്യമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. ഈ ഓക്സിജനാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു 35-40 കിലോമീറ്റർ ഉയരത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക തരംഗ ദൈർഘ്യത്തിൽ സൂര്യപ്രകാശം വരും. അപ്പോൾ ആ ഈ ഓക്സിജൻ എന്ന് പറയുന്ന തന്മാത്ര വിഘടിക്കും. അങ്ങനെ ഓക്സിജൻ വിഘടിക്കുകയും ഓക്സിജൻ ആറ്റം ഉണ്ടാകുകയും ഇത് തമ്മിൽ കൂടിച്ചേരുകയും ചെയ്യുമ്പോഴാണ് ഓസോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നിരന്തരമായിട്ട് ഈ സസ്യങ്ങൾ പുറത്തേക്ക് വിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പുറത്തേക്ക് വിട്ടുന്ന ഓക്സിജനാണ് ഇപ്പം നമ്മൾ കാണുന്ന ഓസോൺ ലെയർ എന്ന് പറയുന്ന പാളിയുടെ സൃഷ്ടിക്കുള്ള കാരണം. ഈ കടൽ ജീവിയിലെ സസ്യങ്ങൾ പുറത്തുവിട്ട ഓക്സിജനാണ് ഓസോൺ പാളി ഉണ്ടാക്കുന്നത്. ഈ ഓസോൺ പാളി ഉണ്ടായതിനു ശേഷമാണ് ഈ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളെയൊക്കെ അരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അരിച്ച് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ തുടങ്ങിയത് ശേഷമാണ് ഭൂമിയിലെ ജീവനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ്. കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് ഏറ്റവും അധികം ഈ വൈവിധ്യവൽക്കരണം നടക്കുന്നത്. അങ്ങനെ ഉണ്ടായ ജീവികളിൽ നിന്നാണ് പിന്നീട് ഒരുപാട് ജീവികൾ ഉണ്ടാകുകയും ഈ നിരന്തരമായിട്ട് ഈ ജീവികളുടെയൊക്കെ ഒരു പ്രത്യേകത, വലിയ മത്സരങ്ങൾ വരുമ്പോൾ പുതിയ മേഖലകളിലേക്ക് ഇവയെല്ലാം കയറാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ അങ്ങനെയാണ് കടലിലുള്ള ജീവികൾ വളരെ കരയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ 4 കാലുള്ള ജീവി കരയിലേക്ക് കയറുന്നത്. അങ്ങനെ ഒരു കൂട്ടം ജീവികൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. അത് കരയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ദിനോസറിൻ്റെ യുഗമൊക്കെ വരുന്നത്. കരയിലുള്ള പരിണാമത്തിൻ്റെ ഒരു ചക്രം എല്ലാം കഴിയുന്ന സമയത്ത് കുറച്ച് ജീവികൾ ഇവിടുത്തെ വീണ്ടുമുള്ള മത്സരം, കരയിലുള്ള മത്സരം കാരണം തിരിച്ചു കടലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള, അത് പൊതുവെ കടലിൽ നിന്ന് കരയിലേക്ക് വരുന്നത് അറിയുന്നുള്ളൂ, കരയിൽ നിന്ന് കടലിലേക്കും പരിണാമത്തിന്റെ ഭാഗമായിട്ട് കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 രീതിയിലും അങ്ങനെയുള്ള ജീവികൾ നമുക്ക് പെട്ടെന്ന് അറിയാം. അതൊക്കെയാണ് ഇപ്പോഴും അന്തരീക്ഷവായു ശ്വസിക്കുന്ന ജീവികളുണ്ട്. ഉദാഹരണം, ഇന്ന് നമ്മൾ കാണുന്ന കടൽ സസ്തനികളൊക്കെ തന്നെയും ഈ രീതിയിൽ തിരിച്ച് കടലിലേക്ക് പോവുകയും കടലിൽ ജീവിക്കാനായിട്ട് അനുകൂലനം ഉണ്ടായി വന്നവയാണ്. കടലാമകൾ ഇപ്പോഴും അന്തരീക്ഷവായു ശ്വസിക്കും, മുട്ടയിടാനായിട്ട് വീണ്ടും കരയിലേക്ക് വരുന്നത്. ഈ കടലിന്റെ ഓരോ ലെയറിലും ഓരോ തരം ജീവികളായിരിക്കുമല്ലോ ഉണ്ടാവുക. ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത പല ജീവികളുണ്ട്, കണ്ടെത്തിയ അടിത്തട്ടിലുള്ള ജീവികളുണ്ട്. അപ്പോൾ ഓരോ ലെയറിലും കാണുന്ന നമുക്ക് പരിചയമുള്ള ജീവികളെ കുറിച്ചൊന്ന് പറയാമോ? ഏറ്റവും മുകളിൽ കാണുന്ന പെലാജിക് മത്സ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രധാനമായിട്ടും കാണുന്നത് ഉപരിതലത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്ലാങ്ക്ടൺ ഉത്പാദനം നടക്കുന്നത്, പ്ലവകങ്ങളുടെ ഉത്പാദനം. അത് പ്ലവകങ്ങൾ ഭക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ജീവികളായിരിക്കും ഇവ. ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അയല, മത്തി പോലുള്ള മത്സ്യങ്ങളുണ്ട്. ഇതൊക്കെ ഉപരിതല മത്സ്യങ്ങളാണ്. ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്ലവകങ്ങളാണ്. കുറച്ചും കൂടി അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെമേഴ്സൽ എന്ന് പറയുന്ന പ്രധാനമായിട്ടും അടിത്തട്ടിൽ ജീവിക്കുന്ന സ്രാവ് പോലുള്ള, തിരണ്ടി പോലുള്ള ജീവികളുണ്ടാവും. ഇത് അടിത്തട്ടിൽ ജീവിക്കുന്നവയാണ്. ഇത് നമ്മളെപ്പോഴും ഈ ഒരു ക്ലാസിഫിക്കേഷൻ എടുക്കുന്നത് തീരപ്രദേശത്തോട് ചേർന്നുള്ള മേഖലയിലാണ്. അതേസമയം നമ്മൾ ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ, പുറംകടലിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടെ നമ്മൾ താഴേക്ക് പോകും തോറും സൂര്യപ്രകാശം കഷ്ടിച്ച് കിട്ടുന്ന ഒരു മീസോപെലാജിക് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ ഈ മീസോപെലാജിക് മേഖലയിൽ ഒരുപാട് ജീവികളുണ്ട്. സ്വയം പ്രകാശം ഉണ്ടാക്കുന്ന ജീവജാലങ്ങളുണ്ടാവും. അതിന് ബയോലൂമിനിസൻസ് ഉള്ള ജീവികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ജീവികൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു മേഖലയാണ് മീസോപെലാജിക്. അവിടെ ഇതുവരെ ലോകത്ത് മനുഷ്യൻ ഇതുവരെ പിടിച്ചിട്ടില്ലാത്ത അത്രയും അളവിൽ മത്സ്യസമ്പത്തുണ്ട് എന്നുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഉള്ള ഏറ്റവും വലിയ സ്രോതസ്സ് അവിടെയായിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഗവേഷകർ
ഭാവിയിലുള്ള ഒരു മത്സ്യ സ്രോതസ് അല്ലെങ്കിൽ ഒരു സമുദ്ര വിഭവ സ്രോതസ്സായിട്ട് കാണുന്നത് ഈ മീസോപെലാജിക്കിൽ ആഴത്തിലുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ജീവജാലങ്ങൾ. ഇനി ഏറ്റവും ആഴക്കടലുണ്ട്. ഏറ്റവും ആഴക്കടലിൽ ഉള്ള ജീവികളെ പറ്റിയിട്ട് ഇപ്പം നമുക്ക് ഏതാണ്ട് ധാരണകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വലിയ സസ്തനികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല, സസ്തനികൾ ഇപ്പോൾ ഉദാഹരണം എണ്ണത്തിമിംഗലമാണ് ഏറ്റവും അധികം ആഴത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ ജീവി. 4000 മീറ്റർ വരെ പോകും. ലോകത്തെ ഏറ്റവും വലിയ കിടങ്ങ് എന്ന് പറയുന്നത് മരിയാന ട്രെഞ്ചാണ്. അത് ഏതാണ്ട് നമുക്ക് 6000-ലധികം മീറ്റർ താഴ്ചയുള്ള പ്രദേശമാണ്. അവിടെ ഇപ്പോൾ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. ഉദാഹരണം നമ്മളിപ്പോൾ അവതാർ എന്നൊക്കെ സിനിമയൊക്കെ എടുത്ത ജെയിംസ് കാമറൂൺ ഉണ്ട്. ജെയിംസ് കാമറൂണാണ് ഈ പ്രദേശത്തിൽ ആദ്യം പോയ മനുഷ്യൻ. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്ന, അടിയിലേക്ക് പോകുമ്പോൾ മർദ്ദം കൂടുമല്ലോ, പ്രത്യേക ഒരു വെസൽ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്, മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത് മരിയാന ട്രെഞ്ച് പോലെ 6000 മീറ്ററിലധികം താഴ്ചയുള്ള സമുദ്രഭാഗങ്ങളിലും സമൃദ്ധമായ ജീവനുണ്ട് എന്നുള്ള, മത്സ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളതാണ്. അത് ഇനി ഭാവിയിൽ ഒരുപക്ഷെ മനുഷ്യന് വളരെ സവിശേഷമായ ഒരുപാട് മൂലകങ്ങൾ, ഒരുപാട് രാസവസ്തുക്കൾ, മരുന്നുകളൊക്കെ നൽകുന്ന വലിയ സ്രോതസ്സ് ഈ അടുത്തിട്ടുള്ള ജീവജാലങ്ങളായിരിക്കും എന്നുള്ളതാണ്. കാരണം അതിന് പല സവിശേഷതകളുണ്ട്. ഇത്രയധികം മർദ്ദം അതിജീവിക്കാൻ കഴിയും. അവിടെ പലപ്പോഴും പിന്നെ മലിനമായ സാഹചര്യമായിരിക്കും, പൊല്യൂട്ടഡ് അവിടെ ജീവിക്കാൻ കഴിയും. പിന്നെ ഓക്സിജൻ കുറവായിരിക്കും, അവിടെ ജീവിക്കാൻ കഴിയും. ഇതിനെല്ലാം സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള രാസവസ്തുക്കൾ അവരുടെ ശരീരത്തിലുണ്ടാവും. അത് പലപ്പോഴും നമുക്ക് മരുന്നുകളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ഡീപ് സീയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് മരുന്നുകളും മറ്റ് മനുഷ്യന് ഉപയോഗപ്രദമായ ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഗവേഷണവും നടക്കുന്നുണ്ട്. അവിടെ എവിടെയോ വായിച്ചതാണ്, അവിടെ ഇൻവിസിബിൾ ഡ്രാഗൺ ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്. അത് ഭയങ്കര ബ്ലാക്കാണ്, അത്രയും കറുപ്പാണ്, അതിനതുകൊണ്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ. ഇപ്പോൾ അടുത്ത കാലത്തെ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സവിശേഷതകളുള്ള ജീവജാലങ്ങളെ കണ്ടിട്ടുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം കാണുന്ന ഒരു ബാരൽ ലൈ ഫിഷ് എന്ന് പറയുന്നൊരു ഫിഷ് ഉണ്ട്. അതിൻ്റെ തലയോട്ടിയുടെ ഭാഗം മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ അകത്തുള്ള പിന്നെ ബ്രെയിനും മറ്റ് അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്തിനാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻസി അവിടെ ഇത്രയും അടുത്തുള്ള ജീവിക്ക് വന്നതെന്ന് അറിയില്ല എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് ഈ യെറ്റി ക്രാബ് എന്നൊക്കെ പറയുന്ന ശരീരത്തിൽ മുഴുവൻ രോമങ്ങളുള്ള ക്രാബിനെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് പോംബി വേം എന്ന് പറയുന്നൊരു ജീവി, അത് ഈ നേരത്തെ പറഞ്ഞ കടലിനടിയിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ടല്ലോ, ചൂടുള്ള മേഖല, അവിടെ നിന്ന് കണ്ടുപിടിച്ചാണ്. അതിൻ്റെ ശരീരം മുഴുവൻ രോമമാണ്. അത് രോമങ്ങളാണോ എന്ന് പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തുമ്പോൾ രോമമല്ല, അത് ബാക്ടീരിയൽ കോളനിയാണ്. ഈ ബാക്ടീരിയൽ കോളനിയാണ് ഇത്രയും ചൂടുള്ള സാഹചര്യത്തിൽ അതിന് ജീവിക്കാനായിട്ട് അനുകൂല സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഓരോന്നും അതിൻ്റെതായ സവിശേഷതകൾ. ചൂടിനെ അതിജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത് അതിനൊരു പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഇതിന് ഈ ജീവിക്ക് വേണ്ടുന്ന ആഹാരം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കീമോസിന്തസിസ് വഴി ബാക്ടീരിയയാണ്. ജീവികളെ കുറിച്ചുള്ള അറിവ് പോലെ തന്നെ നമ്മുടെ ലാൻഡിലാണെങ്കിലും കടലുമായി ബന്ധപ്പെട്ടൊക്കെ സാങ്കല്പിക ജീവികളും ഉണ്ടല്ലോ. കടലുമായി ബന്ധപ്പെട്ട സാങ്കല്പിക ജീവികളിൽ 2 ഒന്ന് മെർമൈഡ്സ്, പിന്നെ ഒന്ന് ഗോഡ്സില്ല. ഈ 2 ജീവികളുമായിട്ട് വിദൂര സാമ്യമുള്ള എന്തെങ്കിലും ജീവികൾ കടലിൻ്റെ അടിയിലുണ്ടോ? മെർമെയ്ഡിൻ്റെ ഒരു പേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. മെർമെയ്ഡ് ഉപയോഗിക്കുന്നൊരു പേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്രാവുകളിടുന്ന മുട്ടയാണ്. ചില സ്രാവുകൾ, എല്ലാ സ്രാവുകളിലും മുട്ടയിടുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കേസിനകത്താണ്. അത് നമ്മുടെ പേഴ്സ് പോലെ ഇരിക്കും. അതിന് 4 സൈഡിൽ 4 ഇത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാനുള്ള 4 സ്പ്രിങ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുമ്പോൾ അവർ പലപ്പോഴും ഇത് മെർമെയ്ഡിൻ്റെ പേഴ്സാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് പലപ്പോഴും ഈ അന്ധവിശ്വാസവും കഥകളും ഉണ്ടാക്കുന്നത് നമ്മൾക്ക് നേരത്തെ ഉള്ള ചില ഭാവനകളിൽ ചില സാധനങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കും. തിമിംഗലത്തിനേക്കാളും വലിയൊരു ജീവിക്കുള്ള സാധ്യത ഉണ്ടാവാം. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ചില ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ലോകത്തെ ഏറ്റവും വലിയ ജീവി തിമിംഗലമാണെന്നുള്ള ധാരണ നമുക്ക് മാറ്റുന്നതാണ്. കരയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെറുവുമായിട്ട് ബന്ധപ്പെട്ട കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ അത് ഇപ്പോൾ കൂടുതൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. പാമ്പ് പോലൊരു വലിയൊരു ജീവിയാണ്. അപ്പോൾ അത് തിമിംഗലത്തിനേക്കാളും ഭാരവും അതിനേക്കാളും നീളവുമുള്ള ഒരു ജീവിയാണെന്നുള്ളതാണ് കണക്ക്. ഈ ചില തവളകൾ സ്വയം സെക്സ് മാറ്റുന്ന തവളകളുണ്ടല്ലോ നമ്മുടെ കരയിൽ. അതുപോലെ കടലിൽ സ്വയം സെക്സ് മാറ്റുന്ന വല്ല ജീവികളുണ്ടോ? അതുപോലെ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ജീവികളുണ്ടോ? മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങൾ പിന്നെ ആണായിട്ട് തുടങ്ങുകയും പിന്നീട് പെണ്ണായി മാറുകയും ചെയ്യുന്ന മത്സ്യങ്ങളുണ്ട്. കലവ എന്ന് പറയുന്ന മീനുണ്ട്. അപ്പോൾ ഈ വർഗ്ഗത്തിൽപ്പെട്ട ചില മത്സ്യങ്ങൾ അത് ഇന്ത്യൻ തീരത്തുള്ളതാണ്. അതിപ്പോൾ ചില CMFR പോലുള്ള സ്ഥാപനങ്ങൾ അതിനെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്സ് റിവേഴ്സൽ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ഈ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആൺ പോപ്പുലേഷൻ കുറയുമ്പോൾ ഈ പെണ്ണാണായിട്ട് മാറുകയും അങ്ങനെ നമുക്ക് ഈ പോപ്പുലേഷൻ കൺവേർഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സെക്സ് റിവേഴ്സൽ നടക്കുന്ന ജീവികൾ കടലിലുമുണ്ട്. ഹോമോസെക്ഷൽസ് ഉണ്ടോ? ഹോമോസെക്ഷൽസ് ഉണ്ട്. അതെന്താ? അത് ഈ 2 ജീവികൾ ചെറിയ ജീവികളിൽ പലപ്പോഴും ഈ ഹോമോസെക്ഷുവാലിറ്റി കാണാറുണ്ട്. ചെറിയ ജീവികൾ ഒരുപാട് ജീവികളിൽ
ഹോമോസെക്ഷുവാലിറ്റി കാണാറുണ്ട്. കരയിലെ രാജാവ് സിംഹമാണെന്ന ഒരു സങ്കല്പം പോലെ കടലിലെ രാജാവിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. താങ്കൾ അത്രയധികം കടലിലെ ജൈവവൈവിധ്യത്തിനെ കുറിച്ച് പഠിച്ച ആൾ, അങ്ങനെയാണെങ്കിൽ ആ രാജാവിൻ്റെ പദവി ആർക്കായിരിക്കും കൊടുക്കുക? തീർച്ചയായിട്ടും തിമിംഗലത്തിനായിരിക്കും. കാരണം കടലിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അത് പ്രിഡേറ്ററാണ്, ഇരപിടിയനാണ്. അപ്പോൾ കടലിലെ ഒരു ഇരപിടിയനല്ല, അതിൻ്റെ ശരീരത്തിൻ്റെ വലുപ്പം കൊണ്ട് ഒരു കടലിലെ രാജാവിൻ്റെ സ്ഥാനം തീർച്ചയായിട്ടും തിമിംഗലങ്ങൾക്കാണ്. പിന്നെ തിമിംഗലങ്ങൾക്ക് നമ്മളറിയാത്ത ഒരുപാട് ഈ സർവീസസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഒരു കടലിനെ ഇളക്കി മറിക്കുക, കടലിൽ നിന്ന് അന്തരീക്ഷവായു എടുക്കാൻ മുകളിലേക്ക് വരികയും പിന്നീട് ഒരു 500 കിലോമീറ്റർ താഴേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പോഷകത്തിൻ്റെ ഒരു മിക്സിങ് നടക്കുന്നുണ്ട്. പിന്നെ ഓരോ തിമിംഗലങ്ങളും ടണ്ണ് കണക്കിനുള്ള ഒരു തിമിംഗലം താഴേക്ക് പതിയുമ്പോൾ ഇത് കാർബൺ മുഴുവൻ താഴേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാർബൺ സീക്വസ്റ്റേഷൻ എന്നുള്ള വലിയ റോള് ഇത് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ മിക്സിങ്ങിനുള്ള വലിയ റോള് ചെയ്യുന്നുണ്ട്. ഒരു എക്കോസിസ്റ്റം എഞ്ചിനീയറും കൂടിയാണ്. പിന്നെ ചത്ത് കഴിഞ്ഞ അടിയിൽ കിടന്നു കഴിഞ്ഞാലും അത് മറ്റു ജീവികൾക്ക് ഒരുപാട് ആയിരക്കണക്കിന് ജീവികളുടെ ആഹാരമായി മാറാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തിമിംഗലങ്ങൾക്ക് തന്നെ ആയിരിക്കും അങ്ങനെ ശ്രമം. പിന്നെ അത് അല്ലാതെ വാദിക്കുന്നവരുണ്ട്, അവർ സ്രാവുകളെയാണ് ആ കൂട്ടത്തിൽ പെടുത്തുക. കാരണം അതൊരു ഇരപിടിയനാണ്, നമുക്കെപ്പോഴും ഒരു ഫെറോഷ്യസ് അനിമൽ ആയിരിക്കണമല്ലോ രാജാവ് എന്ന് പറയുമ്പോൾ. പലരും അതിനെ വലിയ സ്രാവുകളെ ഈ ആ രീതിയിൽ കണക്കാക്കാറുണ്ട്. ശക്തിയുടെ കാര്യത്തിലും പിന്നെ സോഷ്യൽ സർവീസിൻ്റെ കാര്യത്തിലും തിമിംഗലം പറഞ്ഞു. ബുദ്ധിയുടെ കാര്യത്തിൽ കടലിൽ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ജീവികളുണ്ടോ? ഞാനൊരു ഒക്ടോപ്പസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി നീരാളിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ നീരാളി ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാന്ന് പറയുന്നു. അതിനേക്കാൾ ബുദ്ധിയുള്ള വേറെ ജീവികളുണ്ടോ? ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കടൽ ജീവി തീർച്ചയായിട്ടും ഡോൾഫിനുകളായിരിക്കണം. ഡോൾഫിനുകൾ ഒരുപാട് തരത്തിലുള്ള ഈ സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. കടൽ സസ്തിനികൾ പൊതുവെ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീരാളികളാണ്. പല ഡോൾഫിനുകളും പരസ്പരം സഹായിക്കാറുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഒരു കാര്യം ഓർത്തു വെക്കാറുണ്ട്. അങ്ങനെ ലേണിംഗ് ബിഹേവിയർ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഒരുപക്ഷെ ഈ കോൾഡ് വാറിൻ്റെ ശീതസമരത്തിൻ്റെ സമയത്ത് ഈ ശത്രുക്കളുടെ അന്തർവാഹിനികളിൽ ഈ പിന്നെ ബോംബ് വെക്കാനും അത് ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ റഷ്യക്കാർ ഉപയോഗിച്ചിരുന്നത് ഡോൾഫിനുകളെയാണ്. അപ്പോൾ അത്രയും നന്നായി ട്രെയിൻ ചെയ്യാൻ പറ്റും. ഡോൾഫിനുകളും തിമിംഗലങ്ങളും ഉൾപ്പെടെ രക്ഷിച്ച മനുഷ്യരെ അടുത്ത് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോഷ്യൽ ബിഹേവിയർ നന്നായിട്ട് കാണിക്കുകയും ഏറ്റവും കൂടുതൽ ലേണിംഗ് ബിഹേവിയർ കാണിക്കുകയും ചെയ്യുന്നത് ഡോൾഫിനുകളാണ്. ഇപ്പോൾ കേരള തീരത്ത് ഇവരുടെ സ്വഭാവം ഉപയോഗിച്ചിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ഒരു രീതിയുണ്ട് പല സ്ഥലങ്ങളിലും. ഉദാഹരണം, ഇപ്പം ഞങ്ങൾ ഏറ്റവും നന്നായിട്ടത് കണ്ടിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് അഷ്ടമുടി കായലിലേക്ക് നിങ്ങൾ നീണ്ടകര പാലത്തിൻ്റെ സമീപം നിന്ന് കഴിഞ്ഞാൽ, പുലിമുട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചില സീസണുകളിൽ ഡോൾഫിൻ, പ്രത്യേകിച്ച് ഹംബാക്ക് ഡോൾഫിൻ, ഈ കണമ്പ് മത്സ്യങ്ങളെ ഓടിച്ചു വരുന്നതാണ്. അപ്പോൾ ഇത് ഓടിച്ചു വരുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെ മുന്നിലേക്ക് തന്നെ വീശുവലെറിയും. അപ്പോൾ അവർക്ക് നിറയെ മത്സ്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ കുറേ കാലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡോൾഫിൻ അസിസ്റ്റഡ് ഫിഷിംഗ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, ഞങ്ങൾ ഈ പഠനം പ്രസിദ്ധീകരിച്ചു. ഈ ഡോൾഫിൻ അസിസ്റ്റഡ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ സമയത്ത് ഇതേപോലെ ഉള്ള ഡോൾഫിൻ അസിസ്റ്റഡ് ഫിഷിംഗ് നടക്കുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് ബ്രസീലാണ്, പിന്നെ ഉള്ളത് മ്യാൻമാറാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ശരിയാക്കിയിട്ടുണ്ട്. അത് നാഷണൽ ജിയോഗ്രാഫിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഡോൾഫിൻ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള, ഡോൾഫിനും ഫിഷറീസും തമ്മിൽ നടക്കുന്ന ഈ ഒരു സഹവർത്തിത്വവും ഇൻറ്ററാക്ഷനും പഠിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. നീരാളികളുടെ ബുദ്ധിവൈഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത? ഒരുപാട് സാർ, നമുക്ക് ഇപ്പോൾ ഒക്ടോപ്പസ് ടീച്ചർ കണ്ടല്ലോ. ഒരുപക്ഷെ ഈ സമുദ്രജീവികളിൽ ഏറ്റവും അധികം, ഡോൾഫിൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവി ഈ നീരാളികളാണ്. അതിൻ്റെ ജീവിത രീതി കൊണ്ട് മാത്രമല്ല, അതിന് ടൂൾസ് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡോൾഫിൻസിന് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്, ചില ജീവികളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു കുപ്പിക്കകത്ത് ഡോൾഫിനെ ഈ ഒരു നീരാളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൻ്റെ 4/1 വലിപ്പം ഉണ്ടായാൽ പോലും അതിന് പുറത്തേക്ക് കിടക്കും. പുതിയ പിന്നെ മാർഗ്ഗങ്ങൾ കണ്ടെത്തും. ചില ടൂൾസ്, ചില ഒക്ടോപ്പസ് കല്ലുപയോഗിച്ച് തന്നെ ജീവികളെ ഈ പ്രത്യേകിച്ചും കക്കയൊക്കെ പൊട്ടിക്കാറുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ഞങ്ങൾ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത് കോക്കനട്ട് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞൊരു ഒക്ടോപ്പസാണ്, ചെറിയ ഒക്ടോപ്പസാണ്, കേരള തീരത്ത് കാണുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഒക്ടോപ്പസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇതൊരു മൊളുസ്ക ആണെങ്കിലും മൊളുസ്ക വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. മൊളുസ്കുകൾക്കെല്ലാം ഒരു ആവരണമായിട്ട് ഷെല്ലുണ്ട്. ഇതിൻ്റെ ഷെല്ല് അകത്താണ്. ഇപ്പോൾ കണവയുണ്ട്, കണവയും മൊളുസ്ക വിഭാഗത്തിൽപ്പെട്ടവയാണ്. നീരാളി മൊളുസ്കയാണ്. സെഫലോപോഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിലെല്ലാം വരുന്നത്. ഈ കണവയും നീരാളിയൊക്കെ ഒരേ വിഭാഗത്തിൽ ജീവികളാണ്. ഇതിൻ്റെ എല്ലാം പുറന്തോട് എന്ന് പറയുന്നത് പുറത്തല്ല, അകത്തൊരു കണവ നാക്കെന്ന് നമ്മൾ പറയാറില്ലേ, ചത്ത് കഴിയുമ്പോൾ അത് നമ്മൾ സാധാരണ കടപ്പുറത്തൊക്കെ കാണും. അപ്പോൾ അതൊരു ഉള്ളിൽ കാണുന്ന ഒരു ഷെല്ലാണ്.
ഇതിൻ്റെയും ഉള്ളിലൊരു ചെറിയ ഷെല്ലുണ്ട്. അതായത് ഈ പൊടിഞ്ഞു പോകുന്ന ഒരു തരം ഷെല്ലല്ലേ, സ്പോഞ്ച് പോലത്തെ നമ്മൾ കടപ്പുറത്ത് പോയാൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് പിന്നെ അതില്ലാതെ അങ്ങനെ പുറത്തൊരു ബാഹ്യ ആവരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അത് പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് വഴി തേടുന്നുണ്ട്. ഉദാഹരണം കോക്കനട്ട് ഒക്ടോപ്പസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ തേങ്ങയുടെ 2 ചിരട്ട കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടിനെയും യോജിപ്പിക്കും, എന്നിട്ട് അതിനകത്ത് താമസിക്കും. തേങ്ങയുടെ ചിരട്ട ഇതിന് കടലിൽ എങ്ങനെ കിട്ടും? അതിൽ തീരപ്രദേശങ്ങളിലുള്ള വരികയാണെന്നുണ്ടെങ്കിൽ അതില്ലാത്ത സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് ഷെൽസാണ്. ഇപ്പോൾ 2 ഷെൽസിനെ എടുത്തിട്ട് വലിയ ഷെൽസിനെ എടുത്തിട്ട് അതിനെ അതുകൊണ്ട് യാത്ര ചെയ്യും. അതുകൊണ്ട് യാത്ര ചെയ്യും. അത് പിന്നെ ഒളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഷെല്ലിനകത്ത് കയറിയിട്ട് താമസിക്കുകയാണ് ചെയ്യുക. കണവ എന്താ ചെയ്യുന്നത്? കണവയുടെ ഒരു സംരക്ഷണ വഴി എന്ന് പറയുന്നത് ഇങ്കാണ്, മഷിയാണ്. പേടിപ്പിക്കുക. അത് മഷി പുറത്തേക്ക് വിട്ടിട്ട് ഒരു സ്ക്രീൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കണവയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, കണവയ്ക്ക് നിറം മാറാൻ കഴിയും. ഓന്തുകളെ പോലെ തന്നെ നിറം മാറാൻ കഴിയും. അപ്പം നിറം ശരീരത്തിൽ കൂടെ ചില സമയത്ത് ഈ ശരീരത്തിൽ തന്നെ ഈ നിറത്തിൻ്റെ ഒരു വലിയ വ്യതിയാനം, ഒരു തരംഗം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ ചുറ്റുമുള്ള ജീവികൾ ഇത് നോക്കി നിൽക്കും, ഇതെന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇരപിടിക്കാൻ കഴിയും. ഒന്നിൻ്റെ സ്വഭാവങ്ങൾ നിരാളിയും കാണിക്കാറുണ്ട്. നിരാളി അതിൻ്റെ ചുറ്റുപാടുകൾ അനുസരിച്ചിട്ട് നിറം മാറാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കേരള തീരത്ത് ഒരുപാട് തിമിംഗലങ്ങൾ അടിയുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് തിമിംഗലങ്ങളുടെ സാന്നിധ്യം ഇപ്പം കൂടിയത് കൊണ്ടാണോ അതോ ഇനി ഷിപ്പുകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചത്തടിയുന്നത് ഈ അടുത്ത കാലത്തായി കൂടുതൽ കാണുന്നത്? തിമിംഗലങ്ങളുടെ എണ്ണം കൂടിയിട്ടില്ല. തിമിംഗല എണ്ണം കൂടാനുള്ള സാധ്യത ആയിരിക്കില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള അതൊരു കാര്യമുണ്ട്, വളരെ നന്നായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത്. രണ്ടാമത് ഈ നമ്മൾ കേരള തീരത്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു മഴക്കാലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ മഴക്കാലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ഒരു ധാരണ, ഒരു പൊതുവായ ഒരു അനുമാനം, അത് പലപ്പോഴും ഈ ജീവികൾ ഷിപ്പ് ഹിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയ ജീവികളാണ്, ചെറിയതായിട്ടൊന്ന് ഇടിച്ചാൽ പോലും ഇത് ചത്തുപോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ചത്തടിയുന്ന പല ജീവികളിലും പ്രൊപ്പല്ലർ മാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നമ്മുടെ ഇതൊരു കേരള തീരം എന്ന് പറയുന്ന ഒരു വലിയ ഷിപ്പിംഗ് പാത്താണ്, ഒരു കപ്പൽ യാത്രയുടെ ഒരു പാതയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലാണ് ഏറ്റവും അധികം ഈ ജീവികൾ ചത്തടിയുന്നത് കാണുന്നത്. മഴക്കാലത്ത് കൂടുതലും ഷിപ്പ് ഹിറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമുക്ക് ഈ സമുദ്രജല പ്രവാഹങ്ങളും കടൽ വളരെ റഫ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സാന്നിധ്യം പെട്ടെന്ന് അറിയാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാവണം പലപ്പോഴും ഈ മഴ കഴിയുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ ഈ പലപ്പോഴും മഴ കഴിയുമ്പോൾ പ്രവാഹങ്ങളുടെ കടൽ വളരെ റഫായിരിക്കും, ഈ പ്രവാഹങ്ങളുടെ രീതിയിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെ തന്നെ ഇതിനൊരു ഡയറക്ഷൻ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഷിപ്പിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, അതായത് ഈ ഷിപ്പ് റെക്ക് ഉണ്ടായ സ്ഥലങ്ങളിൽ, ഓയിൽ റിഗിൻ്റെ അവശിഷ്ടങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ജൈവവൈവിധ്യം കാണുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. നന്നായി പവിഴപ്പുറ്റുകളും പലവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളും ജീവികളൊക്കെ. അതെന്തുകൊണ്ടാണ്? ഈ അയണിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല. കടലിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടലിൽ ഒളിക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒളിക്കാൻ എവിടെയെല്ലാം സ്ഥലം കിട്ടും അവിടെയെല്ലാം നിറയെ ജീവികളുടെ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ അടിത്തട്ടിൽ പാറക്കൂട്ടങ്ങളോ പവിഴപ്പുറ്റുകളോ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ജീവികൾ അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അല്ലാത്ത സ്ഥലങ്ങളെല്ലാം മണൽ പരപ്പുകളാണ്. അപ്പോൾ അവിടെ അടിത്തട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രകാശം കിട്ടുന്ന അടിത്തട്ടും കൂടി ആവണം. അതെ. കേരളത്തിൻ്റെ തീരത്ത് നമുക്ക് പവിഴപ്പുറ്റില്ല. പവിഴപ്പുറ്റ് ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇവിടെ പവിഴപ്പുറ്റ് വളരാനുള്ള ഒരു അനുകൂലമായ സാഹചര്യമല്ല. വളരെ ഡീപ്പാണ് ഒന്നാമത്തെ കാര്യം. വളരെ കലക്കമുള്ള വെള്ളമാണ്, ചെറിയ നദികളാണ്, അത് ഒരുപാട് പിന്നെ മണലും ചെളിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു പവിഴപ്പുറ്റ് മേഖല ഉണ്ടാകാനുള്ള സാധ്യത കേരള തീരത്തില്ല എന്നുള്ളത്. അതേസമയം തമിഴ്നാട് തീരത്തുണ്ട്, കാരണം വലിയ നദികളാണ്. അവിടെ ഏറ്റവും അധികം ജീവജാലങ്ങൾ വരുന്നതെന്ന് പറയുന്നത് കടലിനടിയിലുള്ള പാറക്കൂട്ടങ്ങളിലാണ്. നമ്മൾ തന്നെ പാറപ്പാരുകൾ എന്ന് പറയും. ഈ പാറപ്പാരുകളിലാണ് ഒരുപാട് ഇത് ഈ പാറ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ജീവികൾ അറ്റാച്ച് ചെയ്യും. അതിനകത്ത് സ്പോഞ്ചുകൾ ഉണ്ടാവും, അസിഡിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ചിലപ്പോൾ പവിഴജീവികളുണ്ടാവാം. ഇതാണ് പ്രധാനപ്പെട്ട മറ്റ് ചുറ്റുമുള്ള സമുദ്രഭാഗങ്ങളിലെ ജീവികളുടെ ഒളിത്താവളം. അവിടെയാണ് പല ജീവികളും പ്രജനനം നടത്തുന്നത്. അപ്പോൾ ഇതൊരു ജൈവസമ്പന്ന മേഖലയായിരിക്കും. ഇത് തന്നെയാണ് കപ്പൽ ഛേദത്തിന് സംഭവിക്കുന്നത്. 1750-കളിൽ ഈ പിന്നെ അഞ്ചുതെങ്ങ് ഭാഗത്ത് ഒരു കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 10-35 മീറ്റർ നീളമുള്ള വലിയ കപ്പലാണ്. അതിന്ന് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും സമർത്ഥമായിട്ടുള്ള ജീവജാലങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കേരള സർക്കാർ അടുത്ത കാലത്തായിട്ട് ഈ മത്സ്യസമൃദ്ധി ഉണ്ടാകാനായിട്ട് കടലിൻ്റെ അടിയിൽ പാരുകൾ നിക്ഷേപിക്കുന്ന, കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്നുണ്ട്. കൃത്രിമ പാരുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ അധിനിവേശ സസ്യങ്ങളുടെ ഒരു സാന്നിധ്യം അല്ലാതെ നമ്മുടെ കാടിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അധിനിവേശ ജീവികളും കടലിൽ, നമ്മുടെ തീരപ്രദേശത്തെ കടലിൽ അധിനിവേശ ജീവികളുണ്ടോ? ഉണ്ട്, അധിനിവേശ ജീവികളുണ്ട്. നമുക്ക് ഏതാണ്ട് 50ഓളം അധിനിവേശ ജീവികളെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്.
ഈ കടലിൽ അധിനിവേശ ജീവികൾ വരുന്ന വഴികൾ വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് കപ്പൽ വഴിയാണ്. ഇപ്പോൾ ഒരു കപ്പൽ വേറൊരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ജീവികൾ വരാം. ഒന്ന്, അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ച് ഇവിടെ യാത്ര ചെയ്യുന്ന ജീവികളുണ്ടാവും. പിന്നീട് നമ്മൾ കപ്പലിൻ്റെ ബാലൻസ് ശരിയാക്കാനായിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ബാലൻസ് ശരിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമുദ്രഭാഗത്ത് നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം അടുത്ത പോർട്ടിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്യുന്നത് ഇതിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ഇതിനെ ബാലസ്റ്റ് വാട്ടർ എന്നാണ് പറയുക. ഈ ബാലസ്റ്റ് വാട്ടറിലാണ് ഏറ്റവും അധികം ചെറിയ ജീവികളും സൂക്ഷ്മജീവികളും ലോകത്തിൻ്റെ ഒരു ഭാഗത്തെ കടലിൽ നിന്ന് മറ്റു ഭാഗത്തെ കടലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട വഴി അതാണ്. അതൊരു ഭീഷണിയിലേക്ക് വളർന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഭീഷണിയിലേക്ക് വളർന്നത് ഒരു ജീവി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ കായലുകളിലും കാണുന്നത് ഒരു വരത്തൻ കക്ക എന്ന് പറയും. വരത്തൻ കക്ക നമ്മുടെ കല്ലുമേക്കായില്ലേ, കല്ലുമേക്കായുടെ ഒരു ചെറിയ രൂപം എന്ന് അതിന് 4 വലുപ്പമേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് ഓഖി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ കായലുകളിലും അവിടുത്തെ കക്കയെല്ലാം മാറ്റി അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ അഷ്ടമുടിയിലൊക്കെ ആണെങ്കിൽ കല്ലുമേക്കായ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ഇത് വ്യാപിക്കുകയാണ്. ഇത് സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് അതിനെ കളക്ട് ചെയ്തിട്ട് പിന്നെ കാലിത്തീറ്റയും ഈ കോഴിത്തീറ്റയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ വളരെ ചെറുതാണ്. അപ്പോൾ അത് കഴിക്കണമെങ്കിൽ മെനക്കേടാണ്. ഇത്രയും ഒരു 100 എടുത്താലും നമുക്ക് ഒരു 100 ഗ്രാം കിട്ടുള്ളൂ എന്നുള്ള. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവികൾ അല്ലെങ്കിൽ നമ്മുടെ കേരള തീരത്ത് ഉള്ള കടലിൽ മാത്രം കാണപ്പെടുന്ന ജീവികൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ സമുദ്രങ്ങളിൽ സാധാരണഗതിയിൽ ഈ ദേശീയജാതികൾ എന്ന് പറയും, എൻഡമിക് സ്പീഷീസ് കുറച്ച് കുറവാണ്. എന്നാലും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പവിഴപ്പുറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശീയജീവികൾ കാണുന്നത്. ചില ജീവികൾ, അത് മാത്രമല്ല കടലിൽ ഈ സഞ്ചരിക്കാനുള്ള വഴി വളരെ വലുതാണല്ലോ, വിശാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ ജീവികൾ കുറച്ചും കൂടെ അതിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ദൂരത്തിലാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും എൻഡമിക് ആയിട്ടുള്ള ചില ജീവികളുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ഗൾഫ് ഓഫ് മന്നാറിൽ മാത്രം കാണുന്ന ഒരു പിന്നെ മൊളുസ്ക്, ഒരു കക്കയിനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. കോണസ് പിന്നെ ടൂട്ടുകോറിൻസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. പിന്നെ ഇന്ത്യയിൽ ഈ പിന്നെ വംശനാശ ഭീഷണി നേരിടുന്നു എന്ന് പറയുന്ന പല കടൽ ജീവികളുണ്ട്. അത് പലതും എൻഡമിക്കാണ്. ഇപ്പോൾ ചില പോണ്ടിച്ചേരി ഷാർക്ക് എന്നൊക്കെ പറയുന്ന ചില സ്രാവുകൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കാണുന്നതാണ്. ഈ അറബിക്കടലിൽ നമ്മുടെ തീരത്തോട് മാത്രം ചേർന്ന് കാണുന്ന ചില ചെറിയ സ്രാവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എൻഡമിക്കാണ്. ഈ നീരാളികൾ നമ്മുടെ കടൽ തീരത്തുണ്ടല്ലോ, പക്ഷെ നമ്മൾ അധികം അതിനെ ഭക്ഷണമാക്കുന്നില്ല. പക്ഷെ ലക്ഷദ്വീപുകാർ നന്നായി കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടൽപ്പേന എന്ന് പറയുന്നതല്ലേ, ഈ സീ ഉർച്ചിൻ എന്ന് പറയുന്നത്, അതിന് പൊതുവെ വിദേശികൾ ഭയങ്കര ആർത്തിയോടെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ. പക്ഷെ നമ്മൾ അതിനധികം കഴിക്കുന്നില്ലല്ലോ, അത് എന്തുകൊണ്ടാണത്? ഓരോ സംസ്കാരങ്ങളിലുള്ള ആഹാര രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഉദാഹരണം, ഐലൻഡുകളിൽ, ദ്വീപസമൂഹങ്ങളിൽ പലപ്പോഴും ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ വൈവിധ്യത്തിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവർ എളുപ്പം പിടിച്ചെടുക്കാൻ പറ്റുന്ന ജീവജാലങ്ങളൊക്കെ ആഹാരമാക്കാറുണ്ട്. ഇപ്പോൾ ചൈനക്കാർക്കും ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഭക്ഷണ രീതികളുള്ള നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കടലിലുള്ള വിവിധ ജീവികളെ ആഹാരമാക്കാറുണ്ട്. ഒക്ടോപ്പസ് കഴിച്ച് നമുക്ക് ശീലമില്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വലിയ ഹോട്ടലുകളിലൊക്കെ ഒക്ടോപ്പസ് ഒരു പ്രധാനപ്പെട്ട ആഹാരമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഗവേഷണം നടത്തി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒക്ടോപ്പസ് എല്ലാം ട്രോളറിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കടലിലേക്ക് തിരിച്ച് കളയുകയാണ് പതിവ്. ഒക്ടോപ്പസിന് ഡിമാൻഡ് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒക്ടോപ്പസിന് വേണ്ടി മാത്രം പിടിക്കാൻ പോകുന്ന ട്രോളറുകളുണ്ട്. കാരണം അത് ഡിമാൻഡാണ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡുണ്ട്. അതുപോലെ ഈ മറയൂർ ശർക്കരയൊക്കെ പോലെ എക്കോ ലേബൽ ചെയ്ത കടൽ വിഭവങ്ങൾ വല്ലതും ഉണ്ടോ? മറയൂർ ശർക്കര എന്ന് പറയുന്നത് ഒരു ജിയോഗ്രാഫിക്കൽ ടാഗാണ്. നമുക്ക് അങ്ങനെ ഒരു ജിയോഗ്രാഫിക്കൽ ടാഗുള്ള ഒരു പിന്നെ ജീവി കടലിൽ നമുക്ക് ഇന്ത്യൻ തീരത്തില്ല. അതേസമയം നമുക്ക് എക്കോ ലേബലിംഗ് ചെയ്തിട്ടുണ്ട്. എക്കോ ലേബലിംഗ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ പരിസ്ഥിതി സൗഹൃദത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കടൽ വിഭവങ്ങളുടെ പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുന്നത് അതിൻ്റെ മത്സ്യബന്ധന രീതികളിൽ വരുന്ന പിന്നെ പാരിസ്ഥിതിക സൗഹൃദമാണ്. അങ്ങനെ ഇന്ത്യയിൽ ഒരു ജീവിക്കേ കൊടുത്തിട്ടുള്ളൂ, അത് നമ്മുടെ അഷ്ടമുടിയിലെ കക്കയാണ്. അപ്പോൾ അത് കേരളത്തിലാണ്. അത് അഷ്ടമുടി കക്കയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കക്കയെല്ലാം നമ്മൾ ലൈവായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് ചത്തുപോകത്തില്ല. കുറച്ച് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെല്ലോട് കൂടി തന്നെ നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കാൻ പറ്റും. അപ്പോൾ ഈ ലേബലിംഗ് വരുമ്പോഴൊരു ഗുണമൊന്നും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ വ്യാപകമായിട്ട് കക്ക കളക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴത്തേക്കും കക്കയുടെ വലുപ്പം കുറയാൻ തുടങ്ങി, അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ലഭ്യതയും കുറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഏജൻസിയും WWFും CMFRA ഒക്കെ ചേർന്നിട്ട് ഇത് കമ്മ്യൂണിറ്റി ജനങ്ങളെ, മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിച്ച് ഒരു പ്രത്യേക ക്ലോസ്ഡ് സീസൺ കൊണ്ടുവന്നു. ആ സമയത്ത് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക വലുപ്പത്തിൽ കുറഞ്ഞ കക്കകൾ ശേഖരിക്കാൻ പാടില്ല എന്നുള്ള രീതി വന്നു. അങ്ങനെ ഒരു പൊതുവായ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തി, കമ്മ്യൂണിറ്റികളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു മാനേജ്മെൻറ്റ് റെജീം അവിടെ കൊണ്ടുവന്നു. മത്സ്യത്തൊഴിലാളികൾക്കും തിരിച്ച് ലാഭമുണ്ടായി. കാരണം അങ്ങനെ റെഗുലേഷൻ കൊണ്ടുവന്നതിന് ശേഷം
ലഭ്യത വർദ്ധിച്ചു. അപ്പോൾ ആദ്യമായിട്ടൊരു എക്കോ ലേബലിംഗ് വരിക എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇത്തരം വിഭവങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം വിഭവങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത എക്കോ ലേബലിംഗ് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഈ ലക്ഷദ്വീപിലെ ലൈൻ ഫിഷിങ്ങിനാണ്. പ്രത്യേക ട്യൂണ മാത്രമേ അതിൽ പെടുകയുള്ളൂ, ഒരുമിച്ച് പിടിച്ചു മറ്റ് ജീവികളെ വലിയ വല വീശുമ്പോൾ പല ജീവികൾ പെടുന്നത് പോലെ സെലക്റ്റീവാണ്. ഫിഷിംഗ് വളരെ സെലക്റ്റീവാണ്. ടൈംസ് നൗ ഒക്കെ പ്രസിദ്ധീകരിച്ച വീഡിയോ ക്ലിപ്പുണ്ട്, ചാകരയുടെ ദൃശ്യമാണ്. അപ്പം നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ അതിനിടയിൽ മുഴുവൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ കരക്കടിയുന്നത് കണ്ട് സന്തോഷിക്കുന്ന ദുഷ്ടന്മാരായ മനുഷ്യരാണ് കേരളത്തിലുള്ളവർ എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. പക്ഷെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. ശരിക്കും ശാസ്ത്രീയമായിട്ട് നിർവചിക്കുകയാണെങ്കിൽ എന്താണ് ചാകര? ചാകര ഈ കേരളത്തിൽ യുണീക്കാണ്. അതായത് കേരളത്തിൽ മാത്രം കാണുന്നൊരു വളരെ കാണുന്നൊരു പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രം കണ്ട്. ഇത് ഇംഗ്ലീഷ് വാക്കാണ് അതിന് കുറച്ചും കൂടെ ചേരുന്നത്. അത് മഡ് ബാങ്ക് എന്ന് പറയും. മഡ് ബാങ്ക് ഇത് സാധാരണഗതിയിൽ നമ്മുടെ പുഴയും നിന്ന് ഒരുപാട് ഈ എക്കലെല്ലാം ഒഴുകി വരുന്നുണ്ട്, സമുദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് വലിയ അളവിൽ ഈ തീരപ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ ഇതിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ തിരയുടെ ഊർജ്ജം കുറയും. തിരയുടെ ഊർജ്ജം കുറയുമ്പോൾ ഈ തീരപ്രദേശം വളരെ ശാന്തമാകും. അപ്പോൾ ശാന്തമാകുമ്പോൾ ആ സമയത്ത് ഈ പ്രത്യേകിച്ച് ഇത് ഒരുപാട് ജൈവവസ്തുക്കൾ ഇതിനകത്തുണ്ടാവും. ഇത് കഴിക്കാനായിട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് പ്ലവകങ്ങളും ഉണ്ടാകും. കാരണം വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് ഒരുപാട് ജീവികൾ അവിടേക്ക് വരും. എക്കലടിയുന്നതും കൂടെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ചത്തകര എന്നുള്ളതുകൊണ്ടായിരിക്കണം ഈ ചാകര വന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാരണം വളരെ ശാന്തമാണ്. ചത്ത് കിടക്കുന്നത് പോലെ കടലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ കുറച്ച് മത്സ്യം കൂടുതൽ കിട്ടി അതിന് ചാകര എന്ന് പറയും. അങ്ങനെയല്ല, ചാകര എന്ന് പറയുന്നത് ഇത് ഇങ്ങനൊരു പ്രതിഭാസമാണ്. ഈ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ജീവിവർഗമാണ് ഈ കവര് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആ സിനിമയിലൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ലക്ഷദ്വീപിലൊക്കെ തീരത്തൊക്കെ ഇതേപോലെ കവര് കാണുന്നുണ്ട് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് കവര്? ഇത് ജന്തുവാണ്. ഈ നൊക്ടിലൂക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാങ്ക്ടനാണ്. ഈ ജീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോലൂമിനിസെൻ്റ് ആണ്. ഇതിൻ്റെ പ്രകാശം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കണം, അല്ലെങ്കിൽ അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഉണ്ടാകുക ഇത് എല്ലാ സമയത്തും കടലുണ്ട്. പക്ഷേ ചില സമയത്ത് ഇതിൻ്റെ സംഖ്യ കൂടും. ചില സീസണിലാണ് ഇതിൻ്റെ പ്രജനനം ഒരുമിച്ച് നടക്കുക, ബ്ലൂമിംഗ് എന്ന് പറയും. അങ്ങനെ ബ്ലൂമിംഗ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ സാന്നിധ്യം വളരെയധികം വെള്ളത്തിൽ കൂടുമെന്നുള്ളതാണ്. അത് പകൽ നമുക്കറിയാൻ പറ്റില്ല. ഈ രാത്രി സമയത്താണ് ഈ ലൈറ്റ് ഉണ്ടാകുക. ഇതിൻ്റെ പുറത്ത് കൈവച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും മർദ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റ് കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ലൈറ്റ് ഉണ്ടാക്കുന്ന ഇത് എപ്പോഴും കർഷണമാണ്. അപ്പോൾ ഇത് ഈ ലൈറ്റ് ഉണ്ടാക്കുന്നതിന് ട്രിഗർ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മർദ്ദമോ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു കർഷണമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിന് പെട്ടെന്ന് ലൈറ്റ് ഉണ്ടാകും. കൊല്ലത്തിലെ എല്ലാ സമയത്തും ഇത് ഉണ്ടാവുമല്ലോ, പക്ഷേ അത് ഒരു പ്രത്യേക സീസണിൽ മാത്രമാണല്ലോ ഇത്തരത്തിൽ അത് ലൈറ്റ് പുറപ്പെടുവിക്കുന്നത്. അതെന്തുകൊണ്ടല്ല? എല്ലാ സമയത്തും ഇതുണ്ട്, എല്ലാ സമയത്തും ലൈറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരെണ്ണം വളരെ കുറച്ച് എണ്ണം ഉണ്ടെങ്കിൽ ഇത് നോട്ടീസ് ചെയ്യത്തില്ല, ലൈറ്റ് ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ചില സീസണിലാണ് ഇതിൻ്റെ പ്രജനനം നടക്കുകയും ഇത് പെട്ടെന്ന് വംശവർദ്ധനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഈ ലൈറ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ ഭക്ഷണം എന്താ? ഇത് ഭക്ഷണം കഴിക്കുന്ന സൂക്ഷ്മജീവികളാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ഏറ്റവും മികച്ച 2% ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ട് താങ്കളെ തിരഞ്ഞെടുത്തെന്ന് വായിച്ചിട്ടുണ്ട്. താങ്കൾ കണ്ടെത്തിയ കടൽ ജീവികൾ, താങ്കളുടെ പേരിലുള്ള കടൽ ജീവികളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് വർഗീകരണ ശാസ്ത്രമാണ്. ടാക്സോണമി, അതുപോലെ ജൈവവൈവിധ്യം എന്ന് പറയുന്ന മേഖലകളിലാണ്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഗവേഷണ വിഷയം ഈ ജീവികളെ കണ്ടെത്തുക, അവയ്ക്ക് ശാസ്ത്രീയമായിട്ട് തരംതിരിക്കുക എന്നുള്ള രേഖപ്പെടുത്തലുകളാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖല. ഇപ്പോൾ എൻ്റെ പേരിലിട്ടിരിക്കുന്ന 3 ജീവജാലങ്ങളിൽ ഒന്നൊരു മാംഗ്രൂവ് ക്രാബാണ്. ലെപ്റ്റാർമ ബിജു എന്നാണ് എൻ്റെ പേര്. അത് കാസർഗോഡ് നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ സുവർണ, അതുപോലെ തന്നെ പീറ്റർ എന്ന് പറയുന്ന ഒരു സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഈ ക്രാബിൻ്റെ തന്നെ ഒരു ഗ്ലോബൽ എക്സ്പെർട്ടാണ്. അവർ പബ്ലിഷ് ചെയ്ത പേപ്പറിലാണ് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെ കോൺട്രിബ്യൂഷൻ കണക്കാക്കി എൻ്റെ പേര് കൊടുത്തത്. സാധാരണഗതിയിൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ പേര് കൊടുക്കാറില്ല. രണ്ടാമതൊരെണ്ണം ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ കടൽ വെള്ളരിയാണ്. 2 സെൻറ്റിമീറ്റർ മാത്രമാണ് നീളമുള്ളത്. അത് കണ്ടെത്തിയിരിക്കുന്നത് വിഴിഞ്ഞത്ത് നിന്നാണ്. അതിനും എൻ്റെ ഒരു പേര് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു മത്സ്യപരാതമാണ്. അതെൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് അനീഷ് എൻ്റെ ഓർമ്മക്കായിട്ടിട്ടതാണ്. താങ്കൾ കണ്ടെത്തിയ ജീവികളോ? ഏതാണ്ട് 10-60ഓളം ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ചില ശുദ്ധജല ജീവികളുണ്ട്, പിന്നെ ഞണ്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ കടൽ ജീവികളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുള്ളത്
ഒരു ജീവി സിഗ്നൽ ഫിഷ് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. പിന്നെ ഉള്ളത് ഒരു ഒക്ടോപ്പസും കണ്ടെത്തിയിട്ടുണ്ട്. ഒക്ടോപ്പസിന് നമ്മൾ കേരള സർവകലാശാലയിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുന്ന സമയത്താണ് അത് കണ്ടെത്തിയത്. അപ്പോൾ അതിന് ഒക്ടോപ്പസ് സിസ്റ്റോപ്പസ് പ്ലാറ്റിനോട്ടസ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. കടലോളം അറിവ് എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട്. ശരിക്കും എത്ര സംസാരിച്ചാലും തീരാത്തൊരു മേഖലയാണ് കടൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അറിവ് പങ്കുവെച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു.